കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഓണപരീക്ഷയ്ക്ക് ചോദിച്ച, അതായത് ഫസ്റ്റ് ടൈം എക്സാം 2025 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീപ്പ് അനാലിസിസിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും വലിയ താങ്ക്സ് പറയാനുണ്ട്. കാരണം എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന നല്ല പ്രതികരണങ്ങൾക്ക്, നല്ല റെസ്പോൺസിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അതെനിക്ക് ഭയങ്കര, നിങ്ങളുടെ ഓരോ നൈസ് കമൻറ്റുകൾ ആണ് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, ഇൻസ്പിറേഷൻ ആവുന്നത്. അപ്പോൾ എനിക്ക് ആ വീഡിയോയിൽ കിട്ടിയ കമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനതെൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ല പ്രതികരണങ്ങൾ, നല്ല റെസ്പോൺസ് കമൻറ്റുകളായിട്ട് തന്നാൽ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിവിടെ ഇൻസ്ട്രക്ഷനിൽ വേറെ ഒന്നുമില്ല. നമുക്ക് 2 മണിക്കൂറും 15 മിനിറ്റുമാണ് ബേസിക് സയൻസ് എക്സാമിനുള്ള ടൈം, അതറിയാലോ. പിന്നെ 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ ആൻസർ ഇനി 6 ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അതൊക്കെ നേരത്തെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം, ഇതിലോട്ട് കൂടുതൽ കിടക്കുന്നില്ല. അപ്പോൾ നേരെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, എ പാർട്ട്. എന്താണ്? എയിൽ ചോദിക്കുന്നു, figure shows the method of production of plantlets which have the same quality as the mother plant. Which method is this? അപ്പോൾ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്, കണ്ടോ? ഫിഗർ ഷോസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്ലെറ്റ്സ്. അപ്പോൾ എന്താണ്? അതായത് കുഞ്ഞു തൈ ചെടികൾ ഉണ്ടാവുന്ന ഒരു രീതിയാണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് പറയുന്നുണ്ട് വിച്ച് ഹാവ് ദ സെയിം ക്വാളിറ്റി. ആ പ്ലാന്റ്ലെറ്റ്സിന്, ആ കുഞ്ഞുണ്ടായ ആ പുതിയ തൈച്ചെടിക്ക് എന്താണ്? ഹാവ് ദ സെയിം ക്വാളിറ്റി ആസ് ദ മദർ പ്ലാന്റ്. അമ്മ ചെടിയുടെ അതേ സെയിം ക്വാളിറ്റി, അതേ ഗുണമേന്മ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും പുതിയ സാപ്ലിങ്സ്, അതായത് പുതിയ ചെടി ഉണ്ടാകുന്നത്. വിച്ച് മെത്തേഡ് ഈസ് ദിസ്? അപ്പോൾ ഇത് ഏത് മെത്തേഡ് എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എങ്ങോട്ട് പോകാം? നമ്മൾ വേഗം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 12 and 13 ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കിടക്കുന്നത്. പേജ് നമ്പർ 12 എടുക്കുക. അവിടെ നിങ്ങൾ ഈ ഫിഗർ കണ്ടോ, ലെയറിംഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആ ലെയറിങ്ങിൽ ഈ അതിൻ്റെ സ്റ്റെപ്സ്, മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിച്ച് മെത്തേഡ് ഈസ് ദിസ്? ഇത് ഏത് മെത്തേഡാണ്? നമ്മൾ പഠിച്ചു ഗുവ പ്ലാന്റ് പേരയ്ക്കലൊക്കെ ചെയ്യുന്ന എന്താണ്? എയർ ലെയറിങ്. ഇതാണ് ലെയറിങ്ങിൽ തന്നെ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. എയർ ലെയറിങ്ങും ഉണ്ടായിരുന്നു, സെർപ്പൻറ്റൈൻ ലെയറിങ്ങും ഉണ്ടായിരുന്നു. എയർ ലെയറിങ് നമ്മൾ പഠിച്ചു, പേരയ്ക്ക അതിലൊക്കെ ചെയ്യുന്നത്, ബ്രാഞ്ചിൽ ചെയ്യുന്നത്. ഇനി സെർപ്പൻറ്റൈൻ ലെയറിങ് നമ്മൾ കുരുമുളക്, വെറ്റില, അങ്ങനെ വള്ളിച്ചെടികളിൽ വള്ളീനെ ഇങ്ങനെ അതിൻ്റെ നോട്ട്സിനെ മണ്ണിൽ പതിപ്പിച്ചുണ്ടാവുന്ന, അപ്പോൾ സെർപ്പൻറ്റൈൻ ലെയറിങ്ങും എയർ ലെയറിങ്ങും പഠിച്ചിരുന്നു. അതിൽ നമ്മൾ ഇതേതാണ്? എയർ ലെയറിങ് ആണ് ആൻസർ. ഓക്കെ, ഇനി എന്താണ്? അത് മാത്രമല്ല, അതിനകത്ത് വീണ്ടും വന്നിട്ടുണ്ട് റൈറ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദിസ് മെത്തേഡ്. അപ്പോൾ റൈറ്റ് എഴുതുക, 2 ക്യാരക്ടറിസ്റ്റിക്സ്, 2 സവിശേഷതകൾ എഴുതുക, 2 സവിശേഷതകൾ എഴുതണം. ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ത്രൂ ദിസ് മെത്തേഡ്. അപ്പോൾ ഈ രീതിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ചെടിയുടെ 2 സവിശേഷതകൾ എഴുതാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും എവിടെ പോകാം? അതും ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പേജ് 13 നമ്മളടുത്ത ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, സവിശേഷതകൾ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൺസിഡർ സം പെക്യുലിയാരിറ്റീസ്. പെക്യുലിയാരിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യേകതകളെന്ന് പറഞ്ഞ് കുറച്ച് 2-3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ അതിൽ നെഗറ്റീവ്സും പോസിറ്റീവും എല്ലാം വരും. നമ്മളടുത്ത് ഇവിടെ ചോദിച്ചത് സവിശേഷതകൾ, ഗുണഗണങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആ പെക്യുലിയാരിറ്റീസിൽ നിന്ന് എന്താണ് 2 എടുത്തത്, നല്ല 2 സവിശേഷതകൾ എടുത്തത്. ഒന്നാമത്തെ എന്താ? പോസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്. അപ്പോൾ എന്താണ്? അമ്മച്ചെടിയുടെ അതേ ഗുണമേന്മകൾ ഇതിനും ഉണ്ടാകും എന്ന്. അപ്പോൾ അതൊരു നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ അതൊന്നും ഒരു പോയിന്റായി. പിന്നെ എടുത്തിവിടുത്തെ രണ്ടാമത്തെ പെക്യുലാരിറ്റി പറയുന്നുണ്ട്, പ്രത്യേകത പറയുന്നുണ്ട്, സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. അപ്പോൾ ചെറിയതും എന്താണ്, പിന്നെ വലിപ്പക്കുറവും, പിന്നെ കുറച്ച് കാലം മാത്രമേ കാണത്തുള്ളൂ. അതൊരു പെക്യുലാരിറ്റി, പ്രത്യേകതയായിട്ട് എഴുതാം. നമുക്ക് അത് അതിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് ആ പോയിന്റ് വിട്ടിട്ട് അടുത്ത 3ാമത്തെ പോയിന്റിലോട്ട് നോക്കാം. എന്താണ്? എയർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. അപ്പം നേരത്തെ പുഷ്പിക്കുകയും ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്, അത് നല്ലൊരു സവിശേഷതയല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് എന്താണ്, ഈ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് എടുത്തെഴുതാം. മനസ്സിലായോ? അപ്പോൾ ആ പെക്യുലിയാരിറ്റീസിൽ നിന്ന് നമ്മൾ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് തിരഞ്ഞെടുത്തെഴുതുകയാണ്. അപ്പോൾ നമുക്ക് 2 പോയിൻ്റായി. ഈ 2 പോയിന്റ് മതി. ബാക്കി നമുക്ക് കണ്ട 2 പോയിൻ്റാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റും എഴുതാം, ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്ങും എഴുതാം. ഓക്കെ,
അപ്പോൾ അതാണ് അവിടുത്തെ 2 ആൻസർ. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ പ്ലാന്റ്സ് ഗിവൻ ബിലോ ബൈ ഗിവിംഗ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ക്ലാസിഫൈ ദ പ്ലാന്റ്സ് ഗിവൻ ബിലോ, കുറച്ച് പ്ലാന്റ്സിൻ്റെ പേര് താഴെ തന്നിട്ടുണ്ട്, ഒരു ടേബിൾ ഒരു പെട്ടിക്കകത്ത് തന്നിട്ടുണ്ട്. ബൈ ഗിവിങ് സ്യൂട്ടബിൾ ടൈറ്റിൽസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നല്ല അനുയോജ്യമായ തലക്കെട്ടൊക്കെ കൊടുത്തു. ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റൂട്ടിങ്, അതായത് നമ്മൾ ഈ വേര് മുളപ്പിക്കുന്ന പല രീതിയിലുള്ള മെത്തേഡ് ഉണ്ടല്ലോ, ആ രീതികളെ അടിസ്ഥാനമാക്കി അവയ്ക്ക് ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് ഇവയെ തരംതിരിച്ച് എഴുതാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ടേബിളിൽ തന്നിരിക്കുന്ന പ്ലാന്റ്സ്? ഗുവ പ്ലാന്റ് ഉണ്ട്, പേരക്കയുണ്ട്, ജാസ്മിൻ ഉണ്ട്, ആൽമണ്ട് ബദാം ഉണ്ട്, പെപ്പർ ഉണ്ട്, കാഷ്യൂ ഉണ്ട്, ബോഗൻവില്ല ഉണ്ട്, സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പിന്നെ എന്താണ്, നമുക്ക് താഴെ ടേബിൾ തന്നിട്ടുണ്ട് ABCD, ഇത്രയുമാണ് നമുക്ക് വിട്ടുപോയി അത്രയും എഴുതേണ്ടത്. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് അതിൻ്റെ ടൈറ്റിലാണ്. അപ്പോൾ നമ്മൾ നേരെ ടെക്സ്റ്റ് ബുക്ക് ഇത് തന്നെ പേജ് നമ്പർ 12 താഴത്തോട്ട് വരുമോ, നമുക്ക് ഇതുപോലെ കണ്ടോ 2 ടേബിൾ തന്നിട്ടുണ്ട്, എയർ ലെയറിംഗ് എന്നും സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്നാണ്. അപ്പോൾ നമുക്ക് എയർ ലെയറിങ്ങിൻ്റെ താഴെ ഏതൊക്കെ വരുന്നത്? ഗുവ, കാഷ്യൂ ട്രീ, സപ്പോട്ട, റോസ്, ജാവ ആപ്പിൾ, ഫിഗ്, ആൽമണ്ട് എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് അരച്ച് കലക്കി കുടിച്ചാൽ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് ടു ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിങ്ങോട്ട് വരുമ്പോൾ എന്താണ് എ പാർട്ടിൽ? അപ്പോൾ ഈ ഗുവ പ്ലാന്റും കാഷ്യൂ ഒക്കെ വരുന്നത് എവിടെയാണ്? അത് എയർ ലെയറിങ് ആ ടേബിൾ കണ്ടോ. അപ്പോൾ അവിടുത്തെ എ എന്ന് പറഞ്ഞ് നമ്മൾ ഇതുപോലെ ആൻസറിൽ ടേബിൾ വരച്ചൊന്നും എഴുതണ്ട, നിങ്ങൾ എ എന്ന് എഴുതിയിട്ട് എയർ ലെയറിങ് എന്നെഴുതുക. അടുത്ത് ബി എന്ന് എഴുതി എന്തെഴുതും? ബിയിൽ ഇപ്പോഴത്തെ ഹെഡിങ് എന്തുവാ ടെക്സ്റ്റ് ബുക്കിൽ? ബോഗൻവില്ലയും ജാസ്മിനൊക്കെ വരുന്ന ഏതാണ്? യെസ്, അതെ, സെർപ്പൻറ്റൈൻ ലെയറിങ്. ഓക്കെ, അപ്പോൾ ബി എന്ന് എഴുതി സെർപ്പൻറ്റൈൻ ലെയറിങ് എന്ന് എഴുതുക. അടുത്ത് സി പാർട്ട് ഗുവ. സിയിൽ എന്താണ്, നമുക്ക് ആ ടേബിളിൽ നിന്നൊന്ന് എടുത്തത് നമുക്കറിയാം. എയർ ലെയറിങ് നമ്മൾ ആ പിക്ചറിൽ പഠിച്ചത് തന്നെ എന്താണ്? ഗുവ പ്ലാന്റ് ആണ്. അപ്പോൾ അത് എഴുതാം. അടുത്ത് ഡി ഏതാണ്? ബോഗൻവില്ല. ഓക്കെ, ബോഗൻവില്ലയും നമുക്ക് എഴുതാം. ഓക്കെ, ഡി പാർട്ടായിട്ട് ആൻസർ എഴുതാം. അപ്പോൾ അതുമായി. ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ എന്താണ്? Things to be taken care of while selecting seeds are given below. Things to be taken care of while selecting seeds. അപ്പോൾ നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഗ്രൂപ്പ്സ് ഫ്രം ദം. അപ്പോൾ അതിൽ നമ്മൾ ശരിയായി ഇവിടെ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിലേതാണ് ശരിയായതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ നേരെ എവിടെ പോവുക? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 9 പോകുക. 9 എന്നാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടോ, പേജ് നമ്പർ 9 ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റിപ്പൻഡ് ഫ്രൂട്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സീഡ്സ് ഷുഡ് ബി കളക്റ്റഡ്, നമ്മൾ സീഡ് എപ്പോഴാണ് കളക്ട് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വിത്ത് എടുക്കേണ്ട ഒരു ഫ്രൂട്ടിൽ നിന്ന് ആ ഫ്രൂട്ട് ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ്. അപ്പോൾ ആ ചെടിയുടെ ആയുസിൻ്റെ ഒരു മിഡിൽ പാർട്ടിലെത്തുമ്പോൾ, പ്ലാന്റ്സ് ലൈഫ് സ്പാനിൻ്റെ മിഡിൽ പാർട്ടിലെത്തുമ്പോഴാണ് നമ്മൾ എന്താണ് വിത്തിന് വേണ്ടിയിട്ടുള്ള റിപ്പൺ ഫ്രൂട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ നോക്കുക, ഓപ്ഷനിൽ പോകുമ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക? മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് അല്ലേ, ഹൈ ഈൽഡിങ് പ്ലാന്റ്. നമുക്ക് വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ നല്ല എന്താണ് വിളവുള്ള ഇത് വേണം. പിന്നെ ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. അപ്പോൾ അത് ഓക്കെ, ശരിയാണ്, അതും ശരിയാണ്. പിന്നെ സീഡ്സ് വിച്ച് ഹാവ് നോർമൽ വെയിറ്റ്. ആ നോർമൽ വെയിറ്റ് എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? നേരെ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പേജ് നമ്പർ 9 സീഡ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നോർമൽ സൈസ് എന്ന് പറഞ്ഞാൽ കോളം ടിക്ക് ചെയ്തിരിക്കും. നോർമൽ സൈസ്, നോർമൽ വെയിറ്റ്, ഡെഫിനിറ്റ് ഷേപ്പ് ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്ന ഏതാണ്? നോർമൽ സൈസ് ഉണ്ട്, നോർമൽ വെയിറ്റ് ഉണ്ട്. അപ്പോൾ നോർമൽ വെയിറ്റ് ഉള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻ എ എന്താണ് ശരിയാണ് അല്ലേ, ഓപ്ഷൻ എ ശരിയാണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ ബി പോവുക. ഹെൽത്തി പ്ലാന്റ്. നമ്മളിതാ ഈ ടേബിളിൻ്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ, ഫസ്റ്റ് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഹൈ ഈൽഡിങ് വേണം, ഹെൽത്തി പ്ലാന്റ് വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹെൽത്തി പ്ലാന്റ് ശരിയാണ്. റിപ്പൺ ഫ്രൂട്ട് നമ്മൾ അത് നമുക്ക് ശരിയാണ്, നല്ല പഴുത്ത ഫ്രൂട്ട് തന്നെ വേണം, അത് പഠിച്ചായിരുന്നു. സീഡ്സ് വിച്ച് ഹാവ് നോർമൽ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു, നോർമൽ സൈസ് തന്നെ വേണം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും
ശരിയാണ്. അപ്പോൾ ആ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കുക, ഹൈഡിങ് പ്ലാന്റ്, അത് ശരിയാണ്. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ്, അപ്പോൾ അവിടെ തന്നെ നമുക്ക് അവിടെ വെച്ച് നിർത്താം. ഇനിഷ്യൽ സ്റ്റേജിലാണോ? അല്ല. മിഡിൽ ഓഫ് ലൈഫ് സ്പാൻ, അപ്പോൾ അത് വരത്തില്ല. പിന്നെ അടുത്ത ഡി ഓപ്ഷൻ നോക്കുമ്പോൾ എന്താണ്? അറ്റ് ദ എൻഡ് ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, അപ്പോൾ എൻഡ് ഓഫ് പ്ലാന്റ്സ്, അപ്പോൾ പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ്റെ എൻഡിലാണോ? ഇല്ല. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാം, സിയും ഡിയും തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ 1 എ ആൻഡ് ബി ആർ കറക്റ്റ്. അതാണ് ശരിക്കുള്ള ആൻസർ. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ 2 ഹാസ് 2 പാർട്സ്. അപ്പോൾ ഇവിടെ എന്താണ്? 2A ഉണ്ട്, 2B ഉണ്ട്. നമുക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് നമുക്ക് ഓർത്തെടുക്കാൻ തോന്നുന്നത്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമത് നമുക്ക് 2A എ പാർട്ട് നോക്കാം. എ പാർട്ട് എന്താണ്? വെൻ ഫിനോഫ്തലിൻ ഈസ് സ്പ്രേഡ് ഓൺ ടു എ വൈറ്റ് പേപ്പർ എ പിങ്ക് ഇമേജ് അപ്പിയർഡ് വിച്ച് മേ ബി ദ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ദ പിക്ചർ. അപ്പോൾ എന്താണ്? വെൻ ഫിനോഫ്തലിൻ ഈസ് സ്പ്രേഡ് ഓൺ ടു എ വൈറ്റ് പേപ്പർ, അപ്പോൾ എന്താണ്? നമ്മളൊരു വൈറ്റ് പേപ്പറിൽ എന്താണ്? ഫിനോഫ്തലിൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്ക് അവിടെ എന്താണ്? പിങ്ക് ഇമേജ് ഉണ്ടായി. അപ്പോൾ പിങ്ക് കളർ ഫോം ചെയ്തു. വിച്ച് മേ ബി ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ദ പിക്ചർ. അപ്പോൾ ആ പേപ്പറിലെ പിക്ചർ വരയ്ക്കാൻ ഏത് സബ്സ്റ്റൻസ് ആണ്, ഏത് പദാർത്ഥമായിരിക്കാം ഇവിടെ ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ നോക്കാം. നേരെ വേഗം ടെക്സ്റ്റ് ബുക്ക് എടുത്തോ, പേജ് നമ്പർ 36. ഇത് നമുക്കൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞാൽ, ഫിനോഫ്തലിൻ നമ്മൾ ഇത് സ്പ്രേ ചെയ്തപ്പോൾ പിങ്ക് ഇമേജ് ഫോം ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഇത് പേജ് നമ്പർ 36 ടേബിൾ പഠിച്ചു കണ്ടോ? ഇവിടെ ഓർമ്മയുണ്ടോ? ഇൻഡിക്കേറ്റേഴ്സ്, കളർ ചേഞ്ച്, ആഡിങ് ഇൻഡിക്കേറ്റേഴ്സ്. അത് നമ്മൾ ആസിഡും നമ്മളത് പഠിച്ചായിരുന്നു. ഏതൊക്കെ? ആസിഡിലും ബേസിലും. ആസിഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ ടേബിളിൽ? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നും ഈ 2 ആസിഡും, പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? ബേസുമാണ്. അപ്പോൾ ഇവയിൽ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ മീത്തൈൽ, ഓറഞ്ച്, ഫിനോഫ്തലിൻ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ എന്നിവ ഇങ്ങനെ മുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്ത് കളർ ചേഞ്ച് വരുമെന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടോ ഫിനോഫ്തലിനുണ്ട്. അതിലെന്താണ് നോക്കുക? ഫിനോഫ്തലിൻ പിങ്ക് കളറാവുന്ന എവിടെയാണ് നോക്കുക? ആദ്യം ഹൈഡ്രോക്ലോറിക് ആസിഡായപ്പോൾ സ്റ്റേസ് കളറില്ല, രണ്ടാമത്തെ സൾഫ്യൂരിക് ആസിഡും കളറില്ല. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാം? ഫിനോഫ്തലിൻ ആസിഡിൽ മുക്കിയിരുന്നെങ്കിൽ എന്താണ്? കളർ ഇല്ലാതാണ് വരുന്നത്. അപ്പോൾ അടുത്ത് നോക്കുക, സോഡിയം ഹൈഡ്രോക്സൈഡ് നോക്ക്. ഫിനോഫ്തലിൻ സോഡിയം ഹൈഡ്രോക്സൈഡ് നേരത്തെ നോക്ക്, ടേൺസ് കളർലെസ് ടു പിങ്ക്. അപ്പോൾ എന്താണ്? കളർ ഇല്ലാത്തടത്ത് നിന്ന് അടുത്ത് എന്താണ്? പിങ്കിലോട്ട് പോയി. അപ്പോൾ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് ബേസ് ആണ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസ്. അപ്പോൾ ഫിനോഫ്തലിൻ ബേസിൽ സ്പ്രേ ചെയ്യുമ്പോഴാണ് നമുക്ക് പിങ്ക് കളർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി കണ്ടുപിടിക്കണം. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഈ സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡോ ഒന്നും തന്നിട്ടില്ല. നമുക്ക് ബേസ് പദാർത്ഥങ്ങൾ ഇതിലേതുന്ന ആസിഡും ബേസുമാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ബേസ് ഏതാണെന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ലൈം ജ്യൂസ് അതല്ല, അത് ലൈം ജ്യൂസ് എന്ന് കാണുമ്പോഴേ നമുക്കറിയാം ആസിഡാണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് നോക്കുക? ഓപ്ഷൻ ഡി നോക്ക്, സോപ്പ് സൊല്യൂഷൻ ലൈം വാട്ടർ. സോപ്പ് സൊല്യൂഷൻ ബേസ് ആണ് അല്ലേ? ലൈം വാട്ടർ. നിങ്ങൾക്ക് ലൈം വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ലൈം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആസിഡ് അല്ലേന്ന്. അതും നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ലൈം ജ്യൂസ് ആണ് ആസിഡ്. ലൈം വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ണാമ്പ് വെള്ളമാണ്. അപ്പോൾ അത് നിങ്ങൾ തെറ്റിപ്പോയത്. അപ്പോൾ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് സോപ്പ് സൊല്യൂഷനും ലൈം വാട്ടറുമാണ്. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി, സോപ്പ് സൊല്യൂഷൻ ലൈം വാട്ടർ എന്നതാണ് ആൻസർ. അപ്പോൾ അടുത്ത് നമുക്ക് 2A ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി, ആസിഡ് ബേൺസ് ആർ മോർ ഡേഞ്ചറസ് ദാൻ ഹോട്ട് വാട്ടർ ബേൺസ്. വാട്ട് ഈസ് ദ റീസൺ? വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഗിവൻ ഫോർ ആസിഡ് ബേൺസ്? അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ആസിഡ് ബേൺസ് ആർ മോർ ഡേഞ്ചറസ്. ആസിഡ് ബേൺസ് അതായത് ആസിഡ് കൊണ്ട് പൊള്ളുന്നതാണ് മോർ ഡേഞ്ചറസ്, ഭയങ്കര അപകടം, ഏതിനേക്കാൾ? ഹോട്ട് വാട്ടർ ബേൺസ്. അപ്പോൾ ചൂടുവെള്ളം വീണുകൊണ്ടുള്ള പൊള്ളലിനേക്കാൾ എന്താണ് വലിയ അപകടകരമാണ് ആസിഡ് വീണുള്ള പൊള്ളൽ എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും അതിന് കാരണം? എന്താണ് കാരണം?
വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഗിവൻ ഫോർ ആസിഡ് ബേൺസ്? അപ്പോൾ ക്വസ്റ്റ്യൻ തീർന്നില്ല. വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഗിവൻ ഫോർ ആസിഡ് ബേൺസ്? അപ്പോൾ എന്താണ് ഈ ആസിഡ് കൊണ്ട് പൊള്ളുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രഥമ ശുശ്രൂഷ, അതായത് ഫസ്റ്റ് എയ്ഡ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാ നമ്മൾ നേരെ പഠിച്ചായിരുന്നു. ഇവിടെ കണ്ടോ, പേജ് നമ്പർ 35, ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 35. ഇത് ഞാൻ പഠിച്ചിട്ട് പോകണമെന്ന് എക്സാമിന് മുമ്പേ എടുത്ത് പറഞ്ഞതായിരുന്നു. ഇഫ് ആസിഡ് സ്പിൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ കിടക്കുന്നില്ലേ, ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, ഇത്രയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് ഇത്രയും എഴുതി നമുക്ക് 3 മാർക്ക് കിട്ടും. അപ്പോൾ ഇത് ഇത്രയുമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ആ 3 ക്വസ്റ്റ്യൻ, അതായത് 2 ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസണും വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഗിവൻ ഫോർ ആസിഡ് ബേൺസ്, അതും ആൻസർ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ച ഒരാൾക്ക് അത് എഴുതി വെച്ചാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, എന്താണ് ആൻസർ? സ്ട്രോങ് ആസിഡ്സ് ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. അപ്പോൾ സ്ട്രോങ് ആസിഡ്സ് അല്ലേ, സ്ട്രോങ് ആസിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ്, നല്ല കോൺസെൻട്രേഷൻ കൂടിയ, ഗാഢത കൂടിയ സ്ട്രോങ് ആസിഡ്സിന് അബ്സോർബ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. അപ്പോൾ വെള്ളത്തിന് എന്താണ് വലിച്ചെടുത്തിട്ട്, ആഗിരണം ചെയ്തിട്ട് ഹീറ്റ് പുറന്തള്ളാനുള്ളൊരു കഴിവുണ്ട്. ദേ ക്യാൻ കോസ് ബേൺസ് ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദ ബോഡി. അപ്പോൾ എന്താണ്, അത് നമ്മുടെ ശരീരത്തിൽ എന്താ, ദേ ക്യാൻ കോസ് ബേൺസ്, അപ്പോൾ പൊള്ളലുണ്ടാക്കാൻ പറ്റും. ഇഫ് ദ ഗെറ്റ് സ്പിൽഡ് ഓൺ ദ ബോഡി, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തെറിച്ച് വീണാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ അതെന്താണ്, അവിടെ പൊള്ളലുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, സ്ട്രോങ് ആസിഡിന് വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് pouring cold water on the affected area for a long time is the first aid for this. അപ്പോൾ അത് ആൻസർ പറയുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്താണ്, അപ്പോൾ നമുക്ക് കാരണം എന്താണെന്ന് ആ 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഫസ്റ്റ് എയ്ഡാണ് അടുത്ത് പറയുന്നത്. പോറിങ് കോൾഡ് വാട്ടർ ഓൺ ദ അഫക്റ്റഡ്. അപ്പോൾ ഈ പൊള്ളൽ വീണ സ്ഥലത്ത് തണുത്ത വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. അതായത് കുറേ സമയം ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്കൊരു അതാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഇഫ് ദ ബേൺ ഈസ് സിവിയർ, എന്നിട്ട് ഈ പൊള്ളൽ നല്ല ശക്തമായ പൊള്ളൽ, അല്ലെങ്കിൽ ഇത് നല്ല എന്താണ് ചെറുതൊന്നുമല്ല, നല്ല സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ദ പേഴ്സൺ ഷുഡ് ബി ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ. ആ വ്യക്തിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണം. അപ്പോൾ അതാണ് നമ്മുടെ ബി പാർട്ടിലെ ആൻസർ. ഓക്കെ, പേജ് നമ്പർ 35 ഓക്കെ, അടുത്തെന്താണ്, സി. വിനേഗർ ഈസ് യൂസ്ഡ് ടു കീപ് പിക്കിൾസ് വിത്തൗട്ട് ഡീക്കേ. അപ്പോൾ നമുക്കറിയാം വിനേഗർ ഇതാണ് നമ്മുടെ വിനാഗിരി. യൂസ്ഡ് ടു കീപ് പിക്കിൾസ് വിത്തൗട്ട് ഡീക്കേ. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്, അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മമാർ അതിനകത്ത് വിനാഗിരി ഒഴിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡീക്കേ, വിത്തൗട്ട് ഡീക്കേ, അതായത് നശിച്ചു പോകാതിരിക്കാൻ, നാശം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത്. റൈറ്റ് ടു അതർ യൂസസ് ഓഫ് വിനേഗർ. അപ്പോൾ ഈ യൂസ് എഴുതണ്ട, നിങ്ങൾക്ക് ഇനി അടുത്ത് വേറെ 2 യൂസ്, ഈ വിനേഗറിൻ്റെ ഇത് മാത്രമല്ല, ഇത് കൂടാതെയുള്ള വേറെ 2 ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ എക്സാമിന് പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എവിടെ പോകണം, പേജ് നമ്പർ 38. പേജ് നമ്പർ 38 ആ യൂസസ് ഓഫ് ആസിഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ നോക്കിക്കൊണ്ടോ, സെക്കൻഡ് ലൈൻ, വാട്ട് ആർ ദ യൂസസ് ഓഫ് വിനേഗർ അറ്റ് ഹോം. അപ്പോൾ അത് നമ്മളിവിടെ വെച്ച് എഴുതിയതുമായിരുന്നു. എന്താണ്, ഒന്നാമത്തെ എന്താണ്, ഇൻ പിക്കിൾസ്. അപ്പോൾ അത് മാത്രം പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല, കാരണം അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി വേറെ നമുക്ക് എഴുതാം, ഫ്ലേവർ എൻഹാൻസർ. നമുക്ക് ആ ഫ്ലേവർ, ആ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലാക്കി തരുന്ന, എൻഹാൻസ് ചെയ്യുന്നതാണ് ഫ്ലേവർ എൻഹാൻസർ എന്ന് പറയാം. പിന്നെ വേറെ 2 പോയിന്റ് പഠിച്ചു, എന്താണ്, യൂസ്ഡ് ടു വാഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ടു റിമൂവ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ബാക്ടീരിയ. അപ്പോൾ കീടനാശിനികളെയും ബാക്ടീരിയയൊക്കെ വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് എന്താണ് കഴുകാറുണ്ട്. ഓക്കെ അല്ലേ, അതും പറഞ്ഞു, അതെഴുതാം. അല്ലെങ്കിൽ എന്താണ്, യൂസ്ഡ് ഇൻ പിക്ലിംഗ് ടു പ്രിസർവ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ എന്താണ്, യൂസ്ഡ് ഇൻ പിക്ലിംഗ് ടു പ്രിസർവ്. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എന്താണ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിങ്ങനെ ഇട്ട് വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 3 പോയിന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി, അപ്പോൾ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഓർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് 2 പാർട്ടിലെ എ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതുവരെ പറഞ്ഞത്, അത് നമുക്ക് അതറിയാമെങ്കിൽ അത് എഴുതാം. അടുത്ത 2 പാർട്ടിലെ ബി ക്വസ്റ്റ്യൻ, അതും ഈസിയാണ്. അപ്പോൾ 2B പാർട്ട് എന്താണ്, 2ലെ ബി ക്വസ്റ്റ്യൻ, അതും ഇവിടെ എക്സാമിൻ്റെ തലേദിവസം ഇത് പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാണ്. അത് അതുപോലെ വന്നിട്ടുണ്ട്. എന്താണ്, എക്സാമിൻ ദ ടേബിൾ ഗിവൻ ബിലോ ആൻഡ് റീറൈറ്റ് ദ മിസ്റ്റേക്സ് ഇഫ് എനി. എക്സാമിൻ ദ ടേബിൾ ഗിവൻ ബിലോ, താഴെ തന്നിരിക്കുന്ന ടേബിൾ പരിശോധിക്കുക. ആൻഡ് റീറൈറ്റ് ദ മിസ്റ്റേക്സ് ഇഫ് എനി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മിസ്റ്റേക്ക്
ഉണ്ടെങ്കിൽ നമ്മളത് റീറൈറ്റ് ചെയ്യണം എന്നിത് നമ്മളെ കുഴപ്പിക്കാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചു? ഫ്ലോറിക്കൾച്ചർ, എപ്പിക്കൾച്ചർ, അതായത് എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് അല്ലേ? ഫ്ലോറിക്കൾച്ചർ, എപ്പിക്കൾച്ചർ, മഷ്റൂം കൾച്ചർ, പൗൾട്രി ഫാമിംഗ്, ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താണ് പേജ് നമ്പർ 25, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 25 പോകാം. ഇത് അവിടെ ഒരു കോളൊക്കെ വരച്ചതും ഞാൻ പറഞ്ഞായിരുന്നു, ഇത് പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു. ആ ക്വസ്റ്റ്യനാണിത്. അപ്പം അത് പഠിച്ചവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവണം, ഈസി ആയിരിക്കും. അപ്പോൾ എന്താ ഫ്ലോറിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട്, ഫ്ലവർ അല്ലേ? കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്, അതാണ് ഫ്ലോറിക്കൾച്ചർ. അടുത്ത എപ്പിക്കൾച്ചർ എന്താണ് നമ്മൾ പഠിച്ചു? റിയറിങ് ഹണി ബീസ്, അതായത് തേനീച്ച വളർത്തൽ അല്ലേ? മഷ്റൂം കൾച്ചർ ആ പേരിൽ തന്നെ ഉണ്ട്, ഗ്രോയിങ് മഷ്റൂം വളർത്തൽ, കൂൺ കൃഷി. അടുത്ത പോൾട്രി ഫാമിംഗ്, റിയറിങ് ഓഫ് പോൾട്രി ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത അതിൻ്റെ ബി പാർട്ട് എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി നമുക്ക് ചിന്തിച്ചെഴുതേണ്ടതാണ്, പക്ഷെ അത് ഈസിയാണ്, നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് ഫ്രോഗ്സ് മേ അഫക്റ്റ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അപ്പോൾ എന്താണ് ഡിസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നശീകരണം അല്ലെങ്കിൽ നാശം ഓഫ് ഫ്രോഗ്സ്. അപ്പോൾ തവളകളുടെ നാശം മേ അഫക്റ്റ് ചെയ്യാം എന്തിനാണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, അതായത് കൃഷിയുടെ ഉൽപ്പാദനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ തവളകളുടെ നാശം എന്ന് പറയുന്നത്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഈ ഒരു പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അപ്പോൾ നമ്മളിതിനെ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ, ശരിയാണോ തെറ്റാണോ, അങ്ങനെ കാരണങ്ങൾ എഴുതുക. അതാണ് നമ്മുടെ റെസ്പോൺസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം, നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതാം. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു മോഡൽ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് അത് മാറ്റിയും എഴുതാം. അപ്പോൾ എന്താ ഞാനിവിടെ എഴുതിക്കുന്നത്? ആദ്യം നമ്മുടെ റെസ്പോൺസ് എന്താണെന്ന് പറയണമല്ലോ. അതുകൊണ്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അത് എനിക്ക് തോന്നി ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ എഴുതി ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. എന്നിട്ട് പറയാണ്, ഡിസ്ട്രോയിങ് ഫ്രോഗ്സ് ക്യാൻ ഇൻഡയറക്ട്ലി അഫക്റ്റ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. എന്താണ് ഡിസ്ട്രോയിങ് ഫ്രോഗ്സ്? അതായത് തവളകളുടെ നശീകരണം എന്ന് പറഞ്ഞാൽ ക്യാൻ ഇൻഡയറക്ട്ലി അഫക്റ്റ്, നമുക്ക് നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് അഫക്റ്റ് അഗ്രികൾച്ചർ, കൃഷിയുടെ ഉൽപ്പാദനത്തെ ഇൻഡയറക്റ്റായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് ഫ്രോഗ്സ് ഡിസപ്പിയർ, എന്താണ് ഇപ്പോൾ തവളകൾ അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? 1, 2, 3 പോയിൻ്റായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. മോർ ഇൻസെക്ട്സ് വിൽ സർവൈവ് ആൻഡ് ഡാമേജ് ക്രോപ്പ് അല്ലേ? തവളകൾ ഇല്ലാണ്ടായാൽ മോർ ഇൻസെക്ട്സ് വിൽ സർവൈവ്. അപ്പോൾ നമുക്കറിയാം തവളകൾ കുഞ്ഞു ഇൻസെക്ട്സ് പ്രാണികളെയൊക്കെ പിടിച്ച് കഴിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അതെന്താണ് നമ്മുടെ കൃഷി സ്ഥലങ്ങൾക്ക് ആവശ്യമില്ലാത്ത കീടങ്ങളായിരിക്കും കഴിക്കുന്നത് അല്ലേ? അപ്പോൾ അത് നമുക്ക് കർഷകൻ്റെ അത് നല്ലതാണ് അല്ലേ? പെസ്റ്റിസൈഡൊന്നും ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ തവളകൾ ഇല്ലാണ്ടായാൽ മോർ ഇൻസെക്ട്സ് വിൽ സർവൈവ് ആൻഡ് ഡാമേജ് ക്രോപ്സ്. അപ്പം തവളകൾ ഇല്ലാണ്ടായാൽ കൂടുതൽ ഈ പ്രാണികൾ, ഷഡ്പദങ്ങളൊക്കെ വിൽ സർവൈവ്, നിലനിൽക്കും, ആൻഡ് ഡാമേജ് ക്രോപ്സ്, അങ്ങനെ വിളകളെ എന്ത് ചെയ്യും? നശിപ്പിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ക്രോപ്പ് ഈൽഡ് മൈ ഡിക്രീസ്. അപ്പം ആ വിളകളുടെ ഈൽഡ്, വിളവ് ചിലപ്പോൾ കുറഞ്ഞേക്കാം അല്ലേ? ഈ പെസ്റ്റുകളും അതുങ്ങളെല്ലാം വന്ന് ഇൻസെക്റ്റൊക്കെ നശിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറയും, ഡിക്രീസ് ആവും. അടുത്ത 3, ഫാമേഴ്സ് മൈറ്റ് നീഡ് മോർ പെസ്റ്റിസൈഡ്സ്. അപ്പോൾ തവളകൾ ഒരു പരിധി വരെ ഈ പെസ്റ്റുകളെ അല്ലെങ്കിൽ ഇൻസെക്റ്റിനെ കഴിക്കുന്നതുകൊണ്ട് നമുക്കവിടെ ഇൻസെക്ടിസൈഡ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇനി ഈ തവളകൾ ഇല്ലാണ്ടായ ഫാമേഴ്സ് മൈറ്റ് നീഡ് മോർ പെസ്റ്റിസൈഡ്സ്. അപ്പോൾ കൃഷിക്കാർക്ക് കൂടുതൽ കീടനാശിനികളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്ന ആൻസർ. ഇത് നിങ്ങളുടേതായ രീതിയിൽ മാറ്റി എഴുതാം. ഇതൊരു ജസ്റ്റ് എൻ്റെ ഒരു റഫ് മോഡലാണിത്. ഓക്കെ, അപ്പോൾ ബി പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് സി ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് ഇൻ ദ ഗ്രൂപ്പ്സ് ഓഫ് ഹൈബ്രിഡ് സീഡ്സ്. അപ്പോൾ ഇത് ഹൈബ്രിഡ് സീഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഹൈബ്രിഡ് വിത്തിനങ്ങൾ എന്ന് പറഞ്ഞു. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് ഇൻ ദ ഗ്രൂപ്പ്സ് ഓഫ് ഹൈബ്രിഡ് സീഡ്സ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഇതിൽ കറക്റ്റ് ഗ്രൂപ്പ് ഏതാണ്? ഹൈബ്രിഡ് വിത്തിനങ്ങളുടെ കറക്റ്റ് ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദ്യം. ഇത് എഴുതണമെങ്കിൽ നമ്മളെവിടെ പോകണം? ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 19 അവിടെ ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഇതും എക്സാമിന് മുമ്പ് പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഏതാണ്? പേജ് നമ്പർ 19.
ഇവിടെ നമ്മൾ ഒരു ടേബിളൊക്കെ ഉണ്ട് കണ്ടോ. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഉണ്ട് ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സെർട്ടൻ ഹൈബ്രിഡ് സീഡ്സ്. ഹൈബ്രിഡ് സീഡ്സ് പറയുന്നുണ്ട്, അതിൻ്റെ പേരുകൾ പ്ലാന്റും ഹൈബ്രിഡ് സീഡ്സിൻ്റെ പേരുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എ എന്താണ്? പാഡി, നെൽ. എന്താണ് പേരൊക്കെ? പവിത്രയുണ്ട്, ശരിയാണ് അല്ലേ. അന്നപൂർണയുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ട് ജ്യോതിക പാഡിയുടെ ആണോ? അല്ല. ജ്യോതിക ഏതിലാണ്? പി ആണ് അല്ലേ. പയറിൻ്റെ ഹൈബ്രിഡ് സീഡിനെയാണ് ജ്യോതിക എന്ന് പറഞ്ഞത്. അപ്പം ആ ഓപ്ഷൻ തെറ്റാണ്. പിന്നെ ബി പാർട്ട് പറയുന്നത് ചില്ലി എന്ന് വെച്ചാൽ മുളക് അല്ലേ. ചില്ലിയുടെ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു? ഉജ്ജ്വലയുണ്ട്, ടേബിൾ നോക്കിയാലോ. ഉജ്ജ്വലയുണ്ട്, ജ്വാലാമുഖിയുണ്ട്. പക്ഷേ ഭാഗ്യലക്ഷ്മി ഉണ്ടോ? ഇല്ല. ഭാഗ്യലക്ഷ്മി ഏതിൻ്റെയാണ്? നേരത്തെ പോലെ പയർ വർഗ്ഗത്തിൻ്റെ ഹൈബ്രിഡ് സീഡാണ്. ഓക്കെ, അപ്പോൾ അതും ആ ഓപ്ഷനും തെറ്റ്. പിന്നെ വരുന്നത് സിയും ഡിയും ആണ്. ലേഡീസ് ഫിംഗർ വേണ്ട. നമ്മുടെ എന്താണ് ലേഡീസ് ഫിംഗറിൻ്റെ എന്താ? സൽകീർത്തി ഉണ്ടായിരുന്നു, പിന്നെ കിരൺ ഉണ്ട്, പിന്നെ സുസ്ഥിര. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അത് തന്നിട്ടില്ല, അത് ശരിയാണ്. അപ്പോൾ ലേഡീസ് ഫിംഗർ, അത് ഓപ്ഷൻ സി ശരിയാണ്. അതുപോലെ ഡി ബ്രിഞ്ചൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല. ഹരിത ശ്വേത സൂര്യ, അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആൻഡ് ഡി ആർ കറക്റ്റ്. ഓക്കെ, നിങ്ങൾ ഈ സിയും ഡിയും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ലോജിക്കിൽ അത് എഴുതിയാലും മതി. സി ആൻഡ് ബാക്കി നമുക്കറിയാം, അത് രണ്ട് തെറ്റാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് രണ്ടും തെറ്റാണ് നമുക്ക്. അപ്പോൾ സി ആൻഡ് ഡി എഴുതുക. സി ആൻഡ് ഡി ആണ് അവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ 2Bയുടെ ആ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, അതിലെ എ ക്വസ്റ്റ്യൻ. യു മേ ഹാവ് നോട്ടീസ് ദാറ്റ് ഫാൻസ് ആൻഡ് ട്യൂബ് ലൈറ്റ്സ് ആർ വർക്കിംഗ് ഇൻ ദ ക്ലാസ് റൂംസ് വെൻ ദർ ആർ നോ സ്റ്റുഡൻസ്. അപ്പോൾ യു മേ ഹാവ് നോട്ടീസ്ഡ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. എന്ത്? ദാറ്റ് ഫാൻസ് ആൻഡ് ട്യൂബ് ലൈറ്റ്സ്, ഫാനുകളും ട്യൂബ് ലൈറ്റും ആർ വർക്കിംഗ് ഇൻ ദ ക്ലാസ് റൂമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോൾ? വെൻ ദർ ആർ നോ സ്റ്റുഡൻസ്, അതായത് കുട്ടികളില്ലാത്തപ്പോൾ പോലും ചിലപ്പോൾ ഫാൻ കറങ്ങുന്നുണ്ടായിരിക്കും, ലൈറ്റും ഒക്കെ ഓൺ ആയിട്ടിരിക്കും. അത് ശരിയാണോ? അല്ല. പ്രിപ്പയർ എ പോസ്റ്റർ ഇൻക്ലൂഡിങ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രിവെൻറ്റ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ പ്രിപ്പയർ എ പോസ്റ്റർ, നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കുകയാണ്. ഇൻക്ലൂഡിങ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രിവെൻറ്റ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ടു പ്രിവെൻറ്റ് വേസ്റ്റേജ് ഓഫ് അപ്പോൾ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആക്കുന്നതിനെ തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ സ്വന്തം ഭാവനയിൽ എഴുതാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് പേജ് നമ്പർ 60 ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 60 അവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. പേജ് നമ്പർ 60, നേരെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പേജ് നമ്പർ 60 പോയാണ്. കണ്ടോ? പേജ് നമ്പർ 60 ആ ഡോൺ വേസ്റ്റ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പുറത്തൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ പോസ്റ്റർ അതുപോലെ വരയ്ക്കാം അല്ലേ. സേവ്, പിന്നെ സ്വിച്ച് ഓഫ് ഓൺ വെച്ച് സേവ് ഇലക്ട്രിസിറ്റി. വേണമെങ്കിൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഡോൺ വേസ്റ്റ് ഇലക്ട്രിസിറ്റി എന്നും കൂടെ നമുക്കതിനകത്തൊക്കെ ഉൾപ്പെടുത്തി ഒരു നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കാം. സേവ് ഇലക്ട്രിസിറ്റി എന്നോ ഡോൺ വേസ്റ്റ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു സ്വിച്ചൊക്കെ വരച്ച് വെച്ച് ഓഫ് ചെയ്യുന്നത്. അത് കണ്ട ഒരു ഓഫ് ചെയ്യുന്നുള്ള ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് ഇൻഡയറക്റ്റായിട്ട് മനസ്സിലാവാം സ്വിച്ച് ആവശ്യമില്ലാത്തടത്ത് ഓഫ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ തന്നെ മതിയാവും. അപ്പോൾ അങ്ങനെ നമുക്ക് മൂന്നാമത്തെ എ പാർട്ട് സിമ്പിളായിട്ട് എഴുതാം. അടുത്ത് ബി എന്താണ്? ഒബ്സർവ് ദ ഫിഗർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. ഒബ്സർവ് ദ ഫിഗർ. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് കണ്ടോ, ഈ സൈഡിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ചിത്രം നിരീക്ഷിക്കുക. ആൻഡ് എക്സ്പ്ലെയിൻ, വിവരിക്കുക. ഹൗ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്, എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് എഴുതാനാണ് ഈ പിക്ചർ വെച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 59 പോവുക. പേജ് നമ്പർ 59 ഇതാ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഹൗ ഡു ജനറേറ്റേഴ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വർക്ക് എന്ന് പറഞ്ഞില്ല. അത് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതാം. എന്തെഴുതാം? ജനറേറ്റേഴ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് വർക്ക് യൂസിങ് ദ എനർജി ഒബ്റ്റെയിൻഡ് വെൻ വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റിസർവോയേഴ്സ് ഓഫ് ഡാംസ് ഫോൾസ് ഫ്രം എ ഹൈറ്റ്. അപ്പോൾ അവിടെ നമുക്ക് ജനറേറ്റേഴ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലുള്ള ജനറേറ്റേഴ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? യൂസിങ് ദ എനർജി ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഊർജം
വെച്ചിട്ടാണ്. എന്ത് ഊർജ്ജമാണ്? യൂസിങ് ദ എനർജി ഒപ്റ്റെയിൻ വെൻ വാട്ടർ സ്റ്റോർഡ് ഇൻ റിസർവേഴ്സ് ഓഫ് ഡാം. അതായത് നമ്മൾ ഡാമുകളിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കും. എന്നിട്ട് അതിനെ ഫോൾസ് ഫ്രം എ ഹൈറ്റ്. നമുക്ക് കണ്ടിട്ടില്ലേ മുല്ലപ്പെരിയാർ ഡാം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഡാമിൽ എന്താണ് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കും. എന്നിട്ട് എന്താണ് നല്ല ഹൈറ്റിൽ നിന്ന് അതങ്ങ് തുറന്നു വിടും. അപ്പം മുകളിൽ നിന്ന് വന്ന് വീഴുന്ന വെള്ളം നല്ല ശക്തിയായിട്ട് താഴത്തോട്ട് വീഴും അല്ലേ? ആ ഫിഗർ നോക്കിക്കൊണ്ടോ, അതാ ഇവിടെ ആ ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാണ്. ഡാമാണ്, ഡാം ഇവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത്. ആ ടർബൈൻ ഇങ്ങ് താഴേക്ക്. അപ്പോൾ എന്താണ് ഈ ഡാമിൽ ഈ വാൽവ് അല്ലെങ്കിൽ ഷട്ടർ തുറക്കുമ്പോൾ ഈ മുകളിൽ നിന്ന് വെള്ളം ശക്തിയായിട്ട് താഴത്തോട്ട് വന്ന് വീഴും. ഇവിടെ താഴെയുള്ള ടർബൈൻ ഇങ്ങനെ കറങ്ങും. ടർബൈൻ കറങ്ങിയാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ടർബൈൻ നേരത്തെ പഠിച്ചാണ്. ടർബൈൻ കറങ്ങി അത് എന്താണ് ടർബൈൻ കറങ്ങി ആ എനർജിയിൽ എന്താണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തെന്താ? ഇൻ ഡാമുകളിൽ നമ്മൾ നോക്കിക്കോ. ഡാംസ് വാട്ടർ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ റിസർവേഴ്സ് carried through pipes and made to fall forcefully onto the turbines connected to the generators. അപ്പോൾ എന്താ? ഡാമുകളിൽ വാട്ടർ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ റിസർവേഴ്സ്. അപ്പോൾ റിസർവയറുകളിൽ ഇങ്ങനെ വെള്ളം ജലസംഭരണികളിൽ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുമല്ലോ. ഈസ് ക്യാരീഡ് ത്രൂ പൈപ്പ്. അതെങ്ങനെയാണ്? പൈപ്പിൽ കൂടെ കടത്തിവിടും. ആൻഡ് മെയ്ഡ് ടു ഫോൾ. എന്നിട്ട് അതിനെ എന്താ ചെയ്യും? ഫോൾ ഫോഴ്സ്ഫുള്ളി നിർബന്ധിതമായിട്ട് എന്താണ് എങ്ങോട്ട് കടത്തിവിടും? വീഴാൻ അനുവദിക്കും. ഓൺ ടു ദ ടർബൈൻസ് കണക്റ്റഡ് ടു ദ ജനറേറ്റർ. അപ്പോൾ ജനറേറ്ററുണ്ട്, ജനറേറ്ററിനോട് അടുപ്പിച്ച് ടർബൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ ടർബൈനിലോട്ട് ഫോഴ്സ്ഫുള്ളി വെള്ളം പൈപ്പുകളിലൂടെ ഇങ്ങനെ എന്താണ് കടത്തിവിടും. ദ ഫോഴ്സ് ഓഫ് ഫാളിങ് വാട്ടർ റൊട്ടേറ്റ്സ് ദ ടർബൈൻ. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ നല്ല ഫോഴ്സിൽ വന്ന് വീഴുമ്പോൾ ആ ഫോഴ്സ് എന്ത് ചെയ്യും? ഈ ടർബൈനെ റൊട്ടേറ്റ് ചെയ്യും, കറക്കും. ദ ജനറേറ്റേഴ്സ് കണക്റ്റഡ് ടു ദ ടർബൈൻ സ്റ്റാർട്ട് ടു വർക്ക് ആൻഡ് അപ്പോൾ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ജനറേറ്റർ, അതുമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഈ ജനറേറ്റർ എന്ത് ചെയ്യും? വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ വർക്ക് ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. ദിസ് ഇലക്ട്രിസിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ടു വേരിയസ് പ്ലേസസ് ത്രൂ ഇലക്ട്രിക് ലൈൻസ്. അപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈദ്യുതിനെ ട്രാൻസ്മിറ്റഡ് ടു വേരിയസ് പ്ലേസസ്. അപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിലോട്ട് അയക്കും, കടത്തിവിടും. എങ്ങനെയാണ്? ത്രൂ ഇലക്ട്രിക് ലൈൻസ്. അപ്പോൾ ഇലക്ട്രിക് വയറുകളിലൂടെ പല സ്ഥലങ്ങളിലോട്ട് ഇലക്ട്രിക് വൈദ്യുതി എത്തിക്കും. ഇതാണ് ഇവിടെ എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാവുമ്പോൾ ആ ആൻസറും ആയി. ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ. Which one of the following systems convert energy from the sun to electric energy? അപ്പോൾ which one of the following systems, അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിസ്റ്റംസ് കൺവേർട്ട് ചെയ്യുന്നു, മാറ്റുന്നു എനർജി ഫ്രം ദ സൺ ടു ഇലക്ട്രിക് എനർജി. അപ്പോൾ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എന്താണ്? സോളാർ സെല്ലുണ്ട്, വിൻഡ് ഫാം ഉണ്ട്, ജനറേറ്റർ ഉണ്ട്. നമുക്കത് ഓപ്ഷൻ നോക്കാതെ തന്നെ നമുക്കറിയാം. സൂര്യപ്രകാശത്തിൽ നിന്ന് സൗരോർജ്ജത്തിനെ ഇലക്ട്രിസിറ്റി ആക്കുന്ന എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാ വീടുകളിലും വെക്കുന്നുമുണ്ട്. ഒബ്വിയസ്ലി സോളാർ സെൽസ്. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ എ സോളാർ സെല്ലാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിൽ കിടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ എ ആണ്. എന്താണ്? എക്സാമിൻ ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് വൺ. എക്സാമിൻ ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്കിവിടെ ഒരു പ്രസ്താവന തന്നിട്ടുണ്ട്, അത് പരിശോധിക്കുക. ആൻഡ് റീസൺ, അതിൻ്റെ റീസൺ കാരണവും തന്നിട്ടുണ്ട്. ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് വൺ. എന്നിട്ട് താഴെ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ ശരിയായത് എടുത്ത് എഴുതുക എന്നാണ്. ഓക്കെ, എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, റീസണും ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എന്നാ തന്നിരിക്കുന്നത്? കേർഡ് ഹാസ് സോർ ടേസ്റ്റ്. അപ്പോൾ എന്താണ് കേർഡ്? നമ്മളിത് പഠിച്ചിരുന്നു. ഇതിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പോകണം. പേജ് നമ്പർ 34 ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 34 അതിനകത്ത് നമ്മൾ ടേബിളുണ്ട്. ടേബിളിൽ ഫുഡ് ഐറ്റംസും അതിൻ്റെ മെയിൻ ആസിഡ് പ്രസൻറ്റ്, അതിലുള്ള പ്രധാന ആസിഡും ഏതൊക്കെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ? കേർഡ് ഹാസ് സോർ ടേസ്റ്റ്, ശരിയാണ് അല്ലേ? റീസൺ കണ്ടെയ്ൻസ് ലാക്റ്റിക് ആസിഡ്, അതെ, കേർഡിലുള്ള ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. അപ്പോൾ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, റീസണും ശരിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ആൻസർ ചെയ്തെഴുതാം. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? അപ്പം ഓപ്ഷൻ ബി, ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് സ്യൂട്ടബിൾ, റീസൺ അനുയോജ്യമാണ്, ആ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ കാരണമാണ് അത് എന്നുള്ള ആ ഉത്തരം, അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലെ ബി പാർട്ട് നമുക്ക് നോക്കാം. സോപ്പ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് കോസ്റ്റിക് സോഡ, കോക്കനട്ട് ഓയിൽ, വാട്ടർ, സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ, കളർ ആൻഡ് പെർഫ്യൂം. അപ്പോൾ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റിക് സോഡയും
കോക്കനട്ട് ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണയും വെള്ളവും സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും കളറും പെർഫ്യൂം ഒക്കെ കൊണ്ടാണ്. ദ സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സോപ്പ് ആർ ഗിവൻ ബിലോ. ഇനിയും എന്താ ദ സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സോപ്പ്. അപ്പോൾ സോപ്പ് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ താഴെ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ മിസ്സിങ് വൺസ്. അപ്പോൾ അതിൽ മിസ്സായിട്ടുള്ളത് നമ്മൾ പൂർത്തിയാക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ്. എക്സാമിന് മുമ്പ് ഇത് പഠിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കണ്ട, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 39 പേജ് നമ്പർ 39 നോക്കിക്കോ. അവിടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് സോപ്പ്, ലെറ്റ്സ് മേക്ക് സോപ്പ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്ന പറഞ്ഞ് മെറ്റീരിയൽസ് റിക്വയർഡ്, നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ഒരു വലിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിനെ നമ്മൾ മാറ്റി ഓരോ സ്റ്റേജാക്കി ഷോർട്ടാക്കി എഴുതണം അല്ലേ. അപ്പോൾ എന്തായിരുന്നു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ പറഞ്ഞത്? ടേക്ക് വാട്ടർ ഇൻ സ്റ്റീൽ ബോൾ ആൻഡ് ഡിസോൾവ് കോസ്റ്റിക് സോഡ ഇൻ ഇറ്റ്. അപ്പോൾ നമുക്കൊരു സ്റ്റീൽ ബോളിൽ വെള്ളം എടുത്തിട്ട് അതിൽ കോസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കുക. അതായിരുന്നു ഫസ്റ്റത്തെ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഘട്ടമായിട്ട് എഴുതുമ്പോൾ, ഒരു സ്റ്റേജസ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ഇതുപോലെ ഈ സെൻറ്റൻസ് എഴുതി വെക്കേണ്ട. നമുക്കതിനെന്താണ് കുറച്ചുകൂടെ മാറ്റി ചെറുതാക്കി എഴുതാം അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ആ ഒരു സെൻറ്റൻസിനെ എങ്ങനെ മാറ്റി എഴുതാം? ഡിസോൾവ് കാസ്റ്റിക് സോഡ ഇൻ വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക എന്ന്. അപ്പോൾ ടേക്ക് വാട്ടർ ഇൻ എ സ്റ്റീൽ ബോൾ ആൻഡ് ഡിസോൾവ് കാസ്റ്റിക് സോഡ ഇൻ ഇറ്റ് എന്നുള്ളതിനെ ഡിസോൾവ് കാസ്റ്റിക് സോഡ ഇൻ വാട്ടർ എന്നാക്കി എഴുതാം. പിന്നെന്താണ് അടുത്തവർ രണ്ടാമത്തെ ഇത് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആഡ് കോക്കനട്ട് ഓയിൽ വെൻ ഇറ്റ് കൂൾസ് ആൻഡ് സ്റ്റീർ ഇറ്റ്. അപ്പോൾ അതൊന്ന് നോക്കിയേ. അത് കഴിഞ്ഞ് അത് അവിടെ ആ പേരയിൽ പറയുന്നുണ്ട് അല്ലേ. അടുത്തെന്താണ്? എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് വെൻ കാസ്റ്റിക് സോഡ ഡിസോൾവ് ഇൻ വാട്ടർ. അത് നമുക്കറിയാം, വെള്ളത്തിൽ ഈ കാസ്റ്റിക് സോഡ ലയിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഹീറ്റ് പുറന്തള്ളും. After the solution cools down, slowly pour it in a flat vessel containing coconut oil. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇത്രയും സംഭവത്തിനെ ചെറുതാക്കിയാണ് അടുത്തങ്ങോട്ട് എഴുതുന്നത്. എന്നിട്ട് അപ്പോൾ എന്താ പറഞ്ഞ ആ സൊല്യൂഷൻ, നമ്മൾ ഈ ചൂടുണ്ടാവും, ആ ചൂടൊന്ന് തണുക്കുമ്പോഴത്തേക്കും ഫ്ലാറ്റ് വെസൽ, ഒരു പരന്ന പാത്രത്തിൽ നമ്മൾ ഈ സൊല്യൂഷനെ തണുത്തതിന് ശേഷം ഒഴിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞത്? സ്റ്റീർ ഇറ്റ് വെൽ വൈൽ പോറിങ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് ഒഴിക്കുന്ന സമയത്ത് നമ്മളതിനെ നന്നായിട്ട് കുലുക്കിയിട്ട് വേണം, സ്റ്റീർ എന്ന് വെച്ചാൽ കുലുക്കിയിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ അത്രയാണ് ഇത്രയും ഒരു പോയിന്റിനെ അവർ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറുതാക്കി തന്നിട്ടുണ്ട്. ആഡ് കോക്കനട്ട് ഓയിൽ വെൻ ഇറ്റ് കൂൾസ് ആൻഡ് സ്റ്റീർ ഇറ്റ് അല്ലേ. അതായത് ഇത് തണുക്കുന്ന സമയത്ത് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമുക്ക് അത് നന്നായിട്ട് ഇളക്കുക എന്നുള്ളവർ പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പോയിന്റ് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത് ദെൻ ആഡ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ 1 by 1 to increase the hardness and quantity of the soap. അപ്പം സോഡിയം നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ആഡ് സോഡിയം സിലിക്കേറ്റും പിന്നെ സ്റ്റോൺ പൗഡറും 1 by 1 ഒന്നിന് പുറകെ ഒന്നായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സോപ്പിൻ്റെ കട്ടിയും പിന്നെ ക്വാണ്ടിറ്റി അളവും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ ഒരു കുഞ്ഞ് സെൻറ്റൻസ് ആയിട്ട് ഷോർട്ടാക്കി എഴുതാം? വേറൊന്നും വേണ്ട, സ്റ്റേജാണ് എഴുതുന്നത്. അപ്പം നമുക്ക് ഇത്രയും പോലെ വലിച്ചു വാരി സെൻറ്റൻസ് ആയിട്ട് എഴുതണ്ട, മാറ്റി എഴുതാൻ മതി. ആഡ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ 1 by 1 എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഈ സ്റ്റേജിൽ ഇപ്പോൾ എഴുതണ്ട. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. എന്തിനാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുക. സോപ്പിൻ്റെ ക്വാണ്ടിറ്റിയും ഹാർഡ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കളർ ആൻഡ് പെർഫ്യൂം ക്യാൻ ബി ആഡഡ് ടു ദ സോപ്പ്. ഇനിയാണ് നമ്മൾ സോപ്പിന് ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ് ആൻഡ് ഫ്രാഗ്രൻറ്റ്, നല്ല മണമുള്ളതും സോപ്പ് നല്ല ആകർഷണവും നല്ല ഇങ്ങനെ അട്രാക്റ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കളറും പെർഫ്യൂമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ സ്റ്റേജായിട്ട് എഴുതാം? ആഡ് കളർ ആൻഡ് പെർഫ്യൂം എന്ന് പറയുന്നുണ്ട് അല്ലേ. അതിൻ്റെ കൂടെ തന്നെ സ്റ്റിർ ദ മിക്സർ കണ്ടിന്യൂസ്ലി ടിൽ ഗെറ്റ് തിക്കൻഡ്. അത് കട്ടിയാവുന്നവരേക്കും ഇങ്ങനെ നമ്മൾ സ്റ്റിർ എന്ന് വെച്ചാൽ ഇളക്കുക അല്ലെങ്കിൽ കുലുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് എഴുതാം, ആഡ് കളർ ആൻഡ് പെർഫ്യൂം ആൻഡ് സ്റ്റിർ കണ്ടിന്യൂസ്ലി. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മളതങ്ങ് ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് പോർ ദ തിക്ക് മിക്സ്ചർ ഇൻ ടു ദ മോൾഡ്. ഇനി നമുക്ക് മോൾഡ് ഉണ്ടല്ലോ, ഈ സോപ്പിൻ്റെ ഏത് ഷേപ്പിൽ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷേപ്പ്, ഇപ്പോൾ സർക്കിൾ, റെക്റ്റാങ്കിൾ, സ്റ്റാർ പോലെ ആവാം, അതിനുള്ള മോൾഡ് ഉണ്ട്. നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ആ മോൾഡിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോർ ദ തിക്ക് മിക്സ്ചർ ഇൻ ടു ദ മോൾഡ്. അപ്പോൾ നമ്മൾ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. അടുത്ത സ്റ്റേജിൽ എന്തെഴുതാം? പോർ ദ തിക്ക് മിക്സ്ചർ ഇൻ ടു ദ മോൾഡ്. ഓക്കെ,
അപ്പോൾ അവസാനം 6th അടുത്തത് നമ്മൾ നോക്കണ്ട, അവസാനം അവരിനെ പറയുന്നുണ്ട് റിമൂവ് ഫ്രം ദ മോൾഡ് ആഫ്റ്റർ സോൾഡിഫിക്കേഷൻ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ സോൾഡിഫിക്കേഷൻ റിമൂവ് ദ സോപ്പ് ഫ്രം ദ മോൾഡ്. മോൾഡിൽ നിന്ന് സോപ്പ് കട്ടയായതിനു ശേഷം അത് ഇളക്കി എടുക്കുക. പിന്നെ എന്താണ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആഫ്റ്റർ 2 weeks. എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 2 ആഴ്ച കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ സി. എന്താ പറഞ്ഞേ? സി. അടുത്ത സി ക്വസ്റ്റ്യൻ, ഓൾ ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. എല്ലാ ആസിഡിനും എന്താണ്? പുളിപ്പ് രസമാണ്, പുളിപ്പ് രുചിയാണുള്ളതെന്നാണ് പറഞ്ഞത്. റൈറ്റ് 2 other പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. അപ്പോൾ ഇനി അടുത്ത ആസിഡിൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, സോർ ടേസ്റ്റ് ആണ്. ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് എന്താണ്? ആഡ് 2 other, മറ്റൊരു 2 പ്രോപ്പർട്ടീസ് കൂടെ എഴുതാൻ പറയുന്നുണ്ട്. ഇത് പേജ് നമ്പർ 37 and 38 കിടപ്പുണ്ട്. 37, 38 നോക്കി നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. 37 ഇങ്ങനെ ഹെഡിങ് ഉണ്ട്, ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് എന്ന് പറഞ്ഞ്. ഇനി 38th പേജിൽ എന്താണ്, അത് നമുക്ക് ഒന്ന് ഹാസ് സോർ ടേസ്റ്റ് എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. ബാക്കി നമ്മളോട് എഴുതാനായിരുന്നു, ഇത് പഠിപ്പിച്ച കാര്യമായിരുന്നു. അപ്പം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്താണ്, ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. അടുത്തൊരു പ്രോപ്പർട്ടി അല്ലേ, ആസിഡിൻ്റെ വേറൊരു സവിശേഷത എന്താണ്, ഒരു പ്രോപ്പർട്ടി എന്താണ്, ബ്ലൂ ലിറ്റ്മസിനെ, അത് നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നു. പിന്നെ എന്താണ്, റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം ഹൈഡ്രജൻ. ഈ ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ഷൻ നടന്ന് എന്തുണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെന്താണ്, റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് ടു ഫോം കാർബൺ ഡൈ. അപ്പോൾ കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ എത്ര 1, 2, 3, 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് എക്സാമിന് എന്താണ്, ആ സോർ ടേസ്റ്റ് ഒഴികെയുള്ള 2 points ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 points അതിനകത്ത് എഴുതിയാൽ അതിൻ്റെ ആൻസറായി. ഓക്കെ, അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് എന്താണ്? എ വരുന്നത് എക്സാമിൻ ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഈ ചേരുമ്പോൾ ചേർക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ടേബിൾ പരിശോധിച്ചിട്ട് കറക്റ്റാക്കി എഴുതാനാണ് പറയുന്നത്. കറക്റ്റ് ഗ്രൂപ്പിൽ പെടുന്ന ഏതാണെന്നാണ്. അത് നമ്മുടെ പേജ് നമ്പർ 21 ലും 23 കുഴപ്പമുണ്ട്. 21ാമത്തെ പേജിലല്ലേ ഒരു ടേബിളിലെ ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും. അപ്പോൾ എന്താണ് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ എന്താണ്, ഓർഗാനിക് ജൈവവളവും കെമിക്കൽ രാസവളവും. അപ്പോൾ ആ രാസവളത്തിനകത്താണ് നമ്മുടെ യൂറിയ, അവരുടെ ടെക്സ്റ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂറിയ എന്താണ്, യൂറിയ എന്ന് പറയുന്നത് കെമിക്കൽ ഫെർട്ടിലൈസറിലാണ് വരുന്നത്, രാസവളം. പിന്നെ അടുത്ത ടൊബാക്കോ ഡിക്കോഷൻ. അത് ടൊബാക്കോ ഡിക്കോഷൻ നമ്മളറിയാം എന്താണ്, പുകയില കഷായം. അതെവിടെയാണ് പഠിച്ചത് നമ്മൾ? പേജ് നമ്പർ 23 എടുക്കുക. ഇതൊക്കെ മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ആ ടൊബാക്കോ ഡിക്കോഷൻ എന്താണെന്ന് നോക്കിക്കോ, ഓർഗാനിക് പെസ്റ്റിസൈഡ്സിൽ വരുന്നതാണ് അല്ലേ. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് വായിച്ച് നോക്കൂ. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ കമ്പാരിറ്റീവ്ലി ലെസ് ഹാംഫുൾ ദാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അപ്പോൾ എന്താണ്, രാസകീടനാശിനികളെക്കാട്ടിലും എന്താണ് ദോഷം കുറവാണ് ചെടികൾക്കൊക്കെ. അതിന് ഉദാഹരണമാണ് എന്താണ് ടൊബാക്കോ ഡിക്കോഷൻ, പുകയില കഷായം, നീം ഓയിൽ എമൾഷൻ, ഗാർലിക് കാന്താരി, ചില്ലി മിക്സ്ചർ എക്സെട്ര ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ടൊബാക്കോ ഡിക്കോഷൻ ഇതിനകത്താണ് വരുന്നത്, ഓർഗാനിക് പെസ്റ്റിസൈഡ്സിനകത്താണ് വരുന്നത്. അടുത്ത് വെർമി കമ്പോസ്റ്റ്. വെർമി കമ്പോസ്റ്റ് അവിടെ നിൽക്കട്ടെ. നമ്മൾ അതിന് മുമ്പേ ട്രൈക്കോഗ്രാമ പഠിച്ചു. അതെന്താണ്, നമ്മൾ ഈ പെസ്റ്റ് കൺട്രോൾ മെഷറിനകത്ത് ഫസ്റ്റ് വരുന്ന ബയോളജിക്കൽ കൺട്രോൾ ശ്രദ്ധിച്ചോ? ആ ടെക്സ്റ്റ് ബുക്കിൽ 23 ഫസ്റ്റ് ഇതിൽ കിടക്കുന്ന ലേഡി ബഗ് ഈസ് ആൻ ഇൻസെക്ട് വിച്ച് ഈറ്റ്സ് ദ പെസ്റ്റ് ദാറ്റ് ഗ്രോ ഓൺ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു. ചെടികൾ വളർന്ന പെസ്റ്റിനെ ഭക്ഷിക്കുന്നതാണ് ലേഡി ബഗ് എന്ന് പറഞ്ഞു. അതുപോലെ ട്രൈക്കോഗ്രാമ ഈസ് അനദർ ഫ്രണ്ട്ലി ഇൻസെക്ട് ഓഫ് ദിസ് കൈൻഡ്. അപ്പോൾ ഇതുപോലുള്ള വേറൊരു ഇൻസെക്റ്റാണ് ട്രൈക്കോഗ്രാമ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ് ചില സിമിലർ ഫ്രോഗ്, മബൂയ, കലോട്സ്, ബഗ്സ് എക്സെട്ര ഇതൊക്കെ ഫീഡ് ഓൺ പെസ്റ്റ് വിച്ച് ഇൻഫെസ്റ്റ് ക്രോപ്സ്, വിളകളെ നശിപ്പിക്കുന്ന ഇൻസെക്റ്റിനെ ഭക്ഷിക്കുന്ന ജീവികളുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള പെസ്റ്റ് കൺട്രോൾ, ഇങ്ങനെ കീടനിയന്ത്രണത്തിനെയാണ് നമ്മൾ എന്താ പറഞ്ഞത്, ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായിരിക്കും വരുന്നത്, നമ്മുടെ ട്രൈക്കോഗ്രാമ ഏതിൽ വരും, ബയോളജിക്കൽ കൺട്രോളിൽ വരും. പിന്നെ അടുത്ത് വരുന്നത് വെർമി കമ്പോസ്റ്റ്. വെർമി കമ്പോസ്റ്റ് ഒബ്വിയസ്ലി എന്തായിരിക്കും, ഓർഗാനിക് ഫെർട്ടിലൈസർ, അതായത് ജൈവവളമായിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം വെർമി കമ്പോസ്റ്റ് അല്ലേ. അപ്പോൾ ബാക്കി അവശേഷിക്കുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസർ വരും. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ. 1B, 2C, 3D, 4A. ഓക്കെ, ഇനി അടുത്ത ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ. ഇതാ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓരോ കൃഷിക്കാർ ഓരോ അഭിപ്രായം പറയാണ് അവരുടേതായ.
ഐ അപ്ലൈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓൺലി. ഞാൻ എന്താണ് രാസവളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ്. അടുത്ത കൃഷിക്കാരൻ പറയണ ഐ അപ്ലൈ ഓൺലി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഞാനാണെങ്കിൽ ജൈവവളം മാത്രമേ എൻ്റെ കൃഷിയിൽ ഉപയോഗിക്കാറുള്ളൂ. അടുത്ത മൂന്നാമത്തെ ഫാമർ എന്താ പറയുന്നത്, ഐ അപ്ലൈ ബോത്ത് കെമിക്കൽ ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഞാൻ ജൈവവളവും ഉപയോഗിക്കാറുണ്ട് രാസവളവും ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂസ് ഒപ്പീനിയൻ ഡു യു എഗ്രി വിത്ത് വൈ? ഹൂസ് ആരുടെ ഒപ്പീനിയൻ അഭിപ്രായം, ഡു യു എഗ്രി വിത്ത് നിങ്ങൾ യോജിക്കുന്നത്, നിങ്ങൾ ഇതിൽ ആരുടെ അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്, വൈ എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഞാനിവിടെ ശരിക്കും അതിൻ്റെ ആൻസർ ഏതാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആൻസർ ചെയ്യാം. ഇപ്പോൾ ഞാനൊരു മോഡൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒരു അഭിപ്രായം ഞാനൊരു മോഡലായിട്ട് ആൻസറായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എഴുതാം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബി എന്താണ്, ഐ എഗ്രി വിത്ത് ഓപ്ഷൻ 3. ഞാൻ ഓപ്ഷൻ 3യുമായിട്ടാണ് യോജിക്കുന്നത്. എന്താണ്, വൈ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്ന് കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഉപയോഗം എന്താണ്, പ്രൊവൈഡ് ക്വിക്ക് ന്യൂട്രിയൻസ് ടു പ്ലാന്റ്സ് അല്ലെ. രാസവളങ്ങൾ പെട്ടെന്ന് നമുക്ക് പോഷകങ്ങളൊക്കെ ചെടികൾക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, പെട്ടെന്ന് നൽകുന്നുണ്ട്. പിന്നെ ബൂസ്റ്റിംഗ് ഗ്രോത്ത്, അത് മാത്രമല്ല വളർച്ചയൊക്കെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ജൈവവളങ്ങളുടെ പ്രത്യേകത എന്താ, ഇംപ്രൂവ് സോയിൽ ഹെൽത്ത്, മണ്ണിൻ്റെ ആരോഗ്യത്തെ എന്താണ് സംരക്ഷിക്കുന്നുണ്ട്, മണ്ണിൻ്റെ ഘടനയെ സംരക്ഷിക്കുന്നുണ്ട്, ആൻഡ് ഫെർട്ടിലിറ്റി ഓവർ ടൈം. അപ്പോൾ എന്താണ്, കാലം കഴിയുന്നതും നമുക്ക് പോഷകങ്ങളും അത് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിലെ കുറച്ച് ഗുണങ്ങളുണ്ട് രണ്ടിലും. ഓർഗാനിക് ഫെർട്ടിലൈസറിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ ദോഷങ്ങളുണ്ടെങ്കിലും ഇച്ചിരി ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഗുണവശങ്ങൾ എടുക്കാം, അതുകൊണ്ട് രണ്ടും മിക്സ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബെനിഫിറ്റ്സ് ഓഫ് കമ്പൈനിങ് ബോത്ത്, ഇങ്ങനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം, ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുന്നതാണ്. ഒന്ന്, ബാലൻസ്ഡ് ന്യൂട്രിയൻ സപ്ലൈ, അപ്പോൾ എന്താണ്, ഒരു സന്തുലിതമായ പോഷക വിതരണം ഉണ്ടായിരിക്കും ഇവിടെ. പിന്നെ ഹെൽത്തിയർ സോയിൽ, മണ്ണ് എന്താണ്, ഹെൽത്തി ആയിരിക്കും, ആരോഗ്യപരമായ മണ്ണ് കിട്ടും. സസ്റ്റൈനബിൾ ഫാമിംഗ് പ്രാക്ടീസസ്, അപ്പോൾ കൃഷിയിലെ എന്താണ് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാമിംഗ് പ്രാക്ടീസസ് എപ്പോഴും സസ്റ്റൈനബിൾ ആയിരിക്കും. പിന്നെന്താ പറയുന്നത്, ബെറ്റർ ക്രോപ്പ് ഈൽഡ് അല്ലേ, നല്ല പിന്നെ വിളവൊക്കെ കിട്ടും. എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, അപ്പോൾ എന്താണ്, അത് പരിസ്ഥിതിയിൽ നിലനിൽപ്പ്. ചിലപ്പോൾ ചില ചെടികൾക്ക് എന്താണ് ഓർഗാനിക്, ചിലപ്പോൾ വളരെ എന്താണ് ചില വിളകൾ വളരെയധികം ഓർഗാനിക് ചെയ്താലും എന്താണ് രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ചെടികൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താണ് നമ്മളവിടെ ഹെൽപ്ഫുൾ ആയിരിക്കും വരുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിരിക്കും. അപ്പോൾ രാസവളം ഉപയോഗിക്കുമ്പോൾ എന്താണ്, അത് പെട്ടെന്ന് ന്യൂട്രിയൻസിന് ആ ചെടിക്ക് പെട്ടെന്ന് അതിന് ന്യൂട്രിയൻസ് കിട്ടുകയും പിന്നെ എന്താണ് ഗ്രോത്ത് പെട്ടെന്നുണ്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷഫലങ്ങൾ പോലെ ഗുണങ്ങളുണ്ട്. നമ്മൾ ഗുണങ്ങൾ വരുന്ന രീതിയിൽ ഒരു മിതമായ അളവിൽ അത് ഉപയോഗിച്ചാൽ നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് ഓപ്ഷൻ 3യുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത സി ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഈസ് ബൈ യൂസിങ് ട്രാപ്സ് ഓർ ബൈ ഹാൻഡ് പിക്കിംഗ്? നെയിം ആൻഡ് എക്യുപ്മെൻറ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഫോർ ദിസ്. അപ്പോൾ വിച്ച് മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ, ഏത് രീതിയാണ് പെസ്റ്റ് കൺട്രോൾ, കീടനിയന്ത്രണത്തിനുള്ള ഏത് രീതിയാണ് ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഈസ് ബൈ യൂസിങ് ട്രാപ്സ്, അതായത് ട്രാപ്പ് കെണി ഒരുക്കുക, അല്ലെങ്കിൽ ഹാൻഡ് പിക്ക് കൈകൊണ്ട് എങ്ങനെ എടുത്തു കളയുന്ന, അങ്ങനത്തെ കൈകൊണ്ട് കീടങ്ങളെ എടുത്തു കളയുക, അല്ലെങ്കിൽ കെണി വെച്ച് പിടിക്കുക, കീടങ്ങളെ നശിപ്പിക്കുക. ഈ ഒരു രീതി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 23 നോക്കിയാൽ തന്നെ അവിടെ കാണാം അല്ലേ. എന്താണ് മെക്കാനിക്കൽ കൺട്രോളിൻ്റെ അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദ മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ് ബൈ റിമൂവിങ് ദം മാനുവലി ഓർ യൂസിങ് ട്രാപ്പ് ഈസ് കോൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. അപ്പോൾ ഏതാണ് ആ മെത്തേഡ്, മെക്കാനിക്കൽ കൺട്രോൾ എന്നാണ്. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല, അടുത്ത് പറയാണ് നെയിം ആൻഡ് എക്യുപ്മെൻറ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഫോർ ദിസ്. അപ്പോൾ നെയിം ആൻഡ് എക്യുപ്മെൻറ്റ്, ഇതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഉപകരണമുണ്ട് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഫോർ ദിസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായ ഒരു എക്യുപ്മെൻറ്റ് ഉപകരണം ഏതാണ്, അതിവിടെ തൊട്ടടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്. ഫിറമോൺ ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ്, ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഏതാണ്, ഫിറമോൺ ട്രാപ്പാണ് അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ.
അപ്പോൾ ആ ക്വസ്റ്റ്യൻ അങ്ങ് തീർന്നു. അടുത്ത 6th ക്വസ്റ്റ്യൻ പറയുന്നത് ക്വസ്റ്റ്യൻ 6 ഹാസ് 2 പാർട്സ് 6A ആൻഡ് 6B. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യന് A പാർട്ടും ഉണ്ട് B പാർട്ടും ഉണ്ട്. റൈറ്റ് എനി 1 6A ഓർ 6B അല്ലേ. അപ്പോൾ ഇതിൽ 6A 6Bയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ എന്താണ് A പാർട്ട് എന്താ തന്നിട്ടുള്ളത്? ഇതാ ഒരു ഫിഗറുണ്ട്. എന്താണ് ഒരു ബോട്ടിലുണ്ട്. ബോട്ടിലിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇരിക്കണം. അതിന് താഴത്ത് സിങ്ക് കിടപ്പുണ്ട്. പിന്നെ ഒരു ബലൂൺ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഡ് യു ഒബ്സർവ് ദ ഫിഗർ? നിങ്ങൾ ഫിഗർ ശ്രദ്ധിച്ചോ? ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിച്ച് ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ ദ ബലൂൺ? അപ്പോൾ ഈ ബലൂണിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസ് എഴുതുന്നത് ഇതും ടെക്സ്റ്റിനുള്ളിലുണ്ട്. പക്ഷേ നമ്മളവിടെ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അരച്ച് കലക്കി കുടിച്ചാൽ എന്ന് വെച്ചാൽ നന്നായിട്ട് വായിച്ച് തറവായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ന് വെച്ചാൽ പേജ് നമ്പർ 37 പോയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ. 37 കണ്ടില്ലേ? പക്ഷേ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് അല്ല. നമുക്ക് ആസിഡ് ആൻഡ് മെറ്റൽസിൻ്റെ ഗ്യാസ് വിച്ച് ഇറ്റ് ബേൺഡ് അപ്പ് വിത്ത്, ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? ആ ഒരു പാര വായിച്ചാൽ അതിന് താഴത്ത് ഇത് നമ്മളോട് ചെയ്തു നോക്കാൻ പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ് അവരിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ദ ഗ്യാസ് വിച്ച് ബേൺഡ് അപ്പ് വിത്ത് എ പോപ്പ് സൗണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഫയർ ഈസ് ഹൈഡ്രജൻ. അപ്പം നമുക്കറിയാം ആസിഡ് ആൻഡ് മെറ്റൽസുമാണ്. ആസിഡ് മെറ്റലും നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിലും പറഞ്ഞായിരുന്നു. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല അവിടെ പ്രസൻസ് ഓഫ് ഫയർ, ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ തീ കത്താനുള്ള ഒരു സാന്നിധ്യം അവിടെ ഒരു പോപ്പ് സൗണ്ടിലൊരു പ്രസൻസ് ഓഫ് ഫയർ എന്നുള്ള ഒരു തീയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ടെക്സ്റ്റ് ട്യൂബിൽ വെച്ചപ്പോൾ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിനിവിടെ ഇവർ പറയുന്നുണ്ട്, കണ്ടോ, ലെറ്റ്സ് റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സിങ്ക്. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നമ്മളോട് ചെയ്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ചെയ്ത് നോക്കിയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവർ തന്നെ എങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, ഡിഡ് യു വിച്ച് ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ ദ ബലൂൺ? അപ്പോൾ ബലൂണിൽ ഏതാണ് നമുക്കറിയാം, ആസിഡ് അല്ലേ. ആസിഡ് നമുക്ക് മെറ്റലുമായിട്ട് സിങ്കുമായിട്ട് യോജിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും ആ ബലൂണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഗ്യാസ് ഫിൽഡ് ഇൻ ദ ബലൂൺ? അപ്പോൾ എന്താണ് സവിശേഷതകൾ ഗ്യാസ് ഫിൽഡ് ഇൻ ദ? അപ്പോൾ ഈ ബലൂണിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ ഗ്യാസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ സവിശേഷതകൾ അറിയാൻ നമുക്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്. ടെക്സ്റ്റ് ബുക്കിൽ 37 അല്ലേ, കോളത്തിൽ വരച്ചിട്ടുണ്ട്. വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ്, അപ്പോൾ ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ഹൈഡ്രജൻ്റെ പ്രത്യേകത പിന്നെ പറയുന്നുണ്ട്, ഹൈഡ്രജൻ ഈസ് ഫ്ലെയിമബിൾ ഗ്യാസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി കിട്ടിയ ഫ്ലെയിമബിൾ, കത്തുന്ന വാതകമാണ് അല്ലേ. ഫ്ലെയിമബിൾ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ്? അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ഫ്ലെയിമബിൾ ഗ്യാസ് കൊണ്ട് നിർത്തായിരുന്നു. പക്ഷേ ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ടെക്സ്റ്റിൻ്റെ അപ്പുറത്തെ പേജ് ആ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ് അല്ലേ, ഹൈഡ്രജൻ്റെ ആ ടേബിൾ ഒരു ഫോർ ഫർദർ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ കോളത്തിനകത്ത് നമുക്ക് തപ്പിയാൽ ബാക്കിയുള്ള ഇത് പ്രോപ്പർട്ടീസ് കിട്ടും. ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ ഈസ് ദ ലൈറ്റസ്റ്റ് ഗ്യാസ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് എഴുതാം ലൈറ്റസ്റ്റ് ഗ്യാസ് എന്ന് എഴുതാം. പിന്നെ യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ റോക്കറ്റ്സ്. അപ്പോൾ റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ എന്ത് പറയാം? ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. അത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസായിട്ട്. കുറച്ച് ഇത്രയൊക്കെ മതി അതിന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പ്രോപ്പർട്ടീസായിട്ട്. നമുക്ക് ഈ ഒരു പേജ് നമുക്കൊന്ന് കവർ ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അടുത്ത സി ക്വസ്റ്റ്യൻ, പ്ലാൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൊഡ്യൂസ് ദ സെയിം ഗ്യാസ് യൂസിങ് വിനേഗർ ആൻഡ് മഗ്നീഷ്യം റിബൺ. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ഏത് ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞു? ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. ഇനി അതൊരു എക്സ്പെരിമെൻ്റാണ്. ഇനി വേറൊരു എക്സ്പെരിമെൻറ്റ് പ്ലാൻ ചെയ്യാനാണ് പറയുന്നത് നമ്മളോട്. ഏതൊക്കെ ഉപയോഗിച്ചിട്ടാണ്? വിനാഗിരിയും മഗ്നീഷ്യം റിബണും ഉപയോഗിച്ച് വേറൊരു പരീക്ഷണം ഈ ഹൈഡ്രജൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ പറയുക. അപ്പോൾ നമ്മളിങ്ങനെ എഴുതത്തില്ലേ, എയിം, മെറ്റീരിയൽസ് റിക്വയർഡ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ്,
അതൊക്കെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പേജ് നമ്പർ 37 ഫസ്റ്റത്തെ പാര തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. ഫസ്റ്റത്തെ പാരയിൽ വായിക്കുമ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് കിട്ടും. പിന്നെ അതിന് നമുക്ക് ഒരു പ്ലാൻ പോലെ എഴുതണം. നമ്മൾ ചെയ്യുവാണ്, ഒരു പ്ലാനിങ്, പ്രോപ്പർ പ്ലാനിങ് വേണം. അപ്പോൾ എന്തൊക്കെ വേണം നമുക്ക്? എയിം വേണം അല്ലേ? ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു മോഡൽ എൻ്റെതായ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഇവിടെ ഞാൻ ഒരു മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട്. എന്താ എയിമിൽ എന്തെഴുതാം? നമ്മുടെ ലക്ഷ്യം എന്താ? ടു ഐഡൻറ്റിഫൈ ഗ്യാസ് യൂസിങ് മഗ്നീഷ്യം റിബൺ ആൻഡ് വിനേഗർ അല്ലേ? അപ്പോൾ ടു ഐഡൻറ്റിഫൈ, തിരിച്ചറിയാൻ ഈ ഗ്യാസ്, ഏത് ഗ്യാസ്? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസിനെ ഉപയോഗിച്ചുകൊണ്ട്, ഏതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്? മഗ്നീഷ്യം റിബണും വിനാഗിരി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രസൻസ് എങ്ങനെ തിരിച്ചറിയാം, അതാണ് എയിം. അടുത്ത മെറ്റീരിയൽസ് റിക്വയർഡ് എന്ന് വെച്ചാൽ ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? വിനെഗർ വേണം, ടെസ്റ്റ് ട്യൂബ് വേണം, മഗ്നീഷ്യം റിബൺ വേണം, മാച്ച് സ്റ്റിക്ക്, നമ്മുടെ തീപ്പെട്ടിയൊക്കെ വേണം. ഇനി പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നതെന്നാണ് ആ പ്രൊസീജിയറിൽ എഴുതേണ്ടത്. എന്താണ്? ഫിൽ എ ക്വാർട്ടർ ഓഫ് എ ടെസ്റ്റ് ട്യൂബ് വിത്ത് വിനെഗർ ഡൈലൂട്ട് അസറ്റിക് ആസിഡ്. അതായത് വിനെഗറിനെയാണ് നമ്മൾ അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡിന് ഡൈലൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ വിനെഗർ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ക്വാർട്ടർ, ഒരു 1/4 ഭാഗം നമ്മൾ ടെസ്റ്റ് ട്യൂബ് ഫില്ല് ചെയ്യുക. പുട്ട് 3 or 4 സ്മോൾ സ്ട്രിപ്സ് ഓഫ് മഗ്നീഷ്യം റിബൺ ഇൻടു ഇറ്റ്. ഇനി എന്താണ്? അതിനകത്ത് ആ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുത്തിരിക്കുന്ന വിനെഗറിൽ എന്താണ് 3-4 ചെറിയ സ്ട്രിപ്സ്, മഗ്നീഷ്യം റിബൺ അറിയാമല്ലോ, ലാബിലൊക്കെ കണ്ടിട്ടില്ല, അതിൻ്റെ ചെറിയ ഒരു 3-4 കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് യുവർ തമ്പ് ഫോർ എ വൈൽ. എന്നിട്ട് നമ്മുടെ ഈ തള്ള വിരൽ കൊണ്ട് ഈ ടെസ്റ്റ് ട്യൂബിനെ ഒന്ന് അടച്ച് പിടിക്കുക കുറച്ച് നേരത്തേക്ക് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഒരു ചെറിയ ഗ്യാസ് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇങ്ങനെ കുറച്ച് നേരം അടച്ച് പിടിച്ചതിന് ശേഷം ടിൽറ്റ് ദ ടെസ്റ്റ് ട്യൂബ് സ്ലൈറ്റ്ലി. എന്താണ് ടിൽറ്റ് ദ ടെസ്റ്റ് ട്യൂബ് സ്ലൈറ്റ്ലി? ടെസ്റ്റ് ട്യൂബിനെ നമ്മളൊന്ന് പതിയെ ഒന്ന് ചരിച്ചു കൊടുക്കുക. ഓക്കെ, റിമൂവ് യുവർ തമ്പ് ആഫ്റ്റർ ബ്രിങ്ങിങ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ നമ്മൾ ഈ ചരിച്ചു പിടിക്കുമ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം തംബ്നെയിൽ കൊണ്ട് അടച്ചു പിടിക്കുക. ഇനി അതിനുശേഷം എന്ത് ചെയ്യും? പതുക്കെ ഈ എന്താണ് തമ്പ് നമ്മുടെ മാറ്റുക, റിമൂവ് ചെയ്യുക. എപ്പോഴാണ്? അതേ സമയം തന്നെ ഒരു മാച്ച് സ്റ്റിക്ക് കത്തിച്ച ഒരു തീപ്പെട്ടി കൊള്ളി ഇങ്ങനെ കൊണ്ടുവെക്കുക. ഓക്കെ, ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്ത് കൊണ്ടുവരിക. അപ്പോൾ എന്താ? ഇത്രയാണ് നമ്മുടെ പ്രൊസീജിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഒബ്സർവേഷൻ, നമുക്ക് എന്ത് നിരീക്ഷിക്കാം? നമുക്കുണ്ടായ ആ ഗ്യാസ് എന്ത് ചെയ്യും? ഈ തീയുടെ പ്രസൻസ് വരുമ്പോൾ പോപ്പ് സൗണ്ട്, ഒരു പോപ്പ് സൗണ്ടോടുകൂടെ ഇങ്ങനെ കത്തും അല്ലേ? ദ പ്രൊഡ്യൂസ്ഡ് ഗ്യാസ് വിച്ച് ബേൺഡ് അപ്പ് വിത്ത് എ പോപ്പ് സൗണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഫയർ. അപ്പോൾ തീയുടെ സാന്നിധ്യത്തിൽ ഇതൊരു പോപ്പ് സൗണ്ടോടുകൂടെ ഇങ്ങനെ കത്താൻ തുടങ്ങും. ഓക്കെ, ഇൻഫറൻസ്. ഇനി നിഗമനം. എന്താ നിഗമനം? വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മനസ്സിലാക്കാം. മാത്രമല്ല വേറൊന്നുകൂടെ മനസ്സിലാക്കാം. എന്താണ്? ഹൈഡ്രജൻ ഈസ് എ ഫ്ലെയിമബിൾ ഗ്യാസ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്താൻ സഹായിക്കുന്നൊരു വാതകമാണെന്നും നമുക്ക് മനസ്സിലാകാം. കത്തിപ്പിടിക്കുന്നൊരു വാതകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 6B. എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ ഫിഗർ. ഇവിടെ ഒരു ഇപ്പുറത്തെ സൈഡ് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ചിത്രം തന്നിട്ടുണ്ട്. അത് നമ്മൾ നിരീക്ഷിക്കണം. വിച്ച് മെറ്റൽ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. അപ്പോൾ ഇതുവഴി നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇതുപോലത്തെ ഈ ഒരു ഫിഗർ നമ്മൾ പല സ്ഥലങ്ങളിലായി കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കടന്നു പോകുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഏത് മെറ്റലാണ് പൊതുവായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് മെറ്റലാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്? അലൂമിനിയം. ആൻസർ ഓപ്ഷൻ സി, അലൂമിനിയം ആണ് ആൻസർ. ഇനി അടുത്തതിൻ്റെ ബി പാർട്ട്. ഡ്രോ ആൻ ഓപ്പൺ സർക്യൂട്ട് യൂസിങ് ദ സിമ്പിൾസ് ഓഫ് എ മിനി മോട്ടോർ, കണ്ടക്ടിങ് വയർ, ബാറ്ററി ആൻഡ് എ സ്വിച്ച്. അപ്പോൾ എന്താണ്? നമുക്കൊരു ഓപ്പൺ സർക്യൂട്ട് വരയ്ക്കണം. എന്തൊക്കെ സിമ്പിൾ തന്നിട്ടുണ്ട്? മിനി മോട്ടറിൻ്റെ സിമ്പിൾ അറിയണം, കണ്ടക്ടിങ് വയറിൻ്റെ സിമ്പിൾ അറിയണം, പിന്നെ ബാറ്ററിയുടെ സിമ്പിൾ അറിയണം, സ്വിച്ചിൻ്റെ സിമ്പിൾ അറിയണം. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഇതിൻ്റെയൊക്കെ സിമ്പിൾ നമുക്ക് പേജ് നമ്പർ 54 and 55 നോക്കിയാൽ കാണാം. 54 and 55 അവിടെ കണ്ടില്ലേ കുറച്ച് സിമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് കണ്ടോ, നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടക്ടിങ് വയറിൻ്റെ സിമ്പിളുണ്ട്. ഓക്കെ, പിന്നെ സ്വിച്ച് ഓഫ് മോഡ്, അതായത് ഓപ്പൺ സർക്യൂട്ട്, അതും രണ്ടാമതുണ്ട്. പിന്നെന്താ വേണ്ടേ? ബാറ്ററി വേണം. ബാറ്ററിയുടെ സിമ്പിൾ അവിടെ നിന്ന് എടുക്കാം. പിന്നെ
മിനി മോട്ടറിൻ്റെ സിമ്പലും അവിടെ എം എന്ന് പറഞ്ഞ് അതും സിമ്പൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് ഇനി ഓപ്പൺ സർക്യൂട്ട് ഇതാ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ 55th പേജിൽ നോക്കിയാൽ അറിയാം. ആദ്യത്തെ സർക്യൂട്ട് 1 ആണ് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത്. ആ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന കണ്ടീഷൻ. അടുത്ത് എന്താണ്, സ്വിച്ച് ക്ലോസ്ഡ് ആയ, അതായത് ആ സി എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങനെ എന്താണ് ക്ലോസ്ഡ് ആയിട്ട് ആ 2 ലൈൻസിനെ ക്ലോസ് ആയിട്ടിരിക്കുന്നത്, അതാണ് എന്താ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 55-ൽ നമുക്ക് തന്നിട്ടുള്ള സർക്യൂട്ടിൽ എന്താണ്, അവിടെ ഒരു യൂണിറ്റ് ബൾബ് വെച്ചിട്ടുള്ളതാണ്. ആ ബൾബിനെ മാറ്റി നമ്മൾ അവിടെ മിനി മോട്ടർ ആക്കിയാൽ മതി. മിനി മോട്ടർ ആക്കണം. പിന്നെ അവിടെ ബി എന്ന് പറയുന്ന പോയിന്റ് എന്താ, സെല്ലാണ് ഇരിക്കുന്നത്. ആ സെല്ലിനെ മാറ്റി നമുക്ക് ബാറ്ററി ആക്കണം. അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഫിഗർ അല്ല, അതിനെ മാറ്റിയിട്ടുള്ള ഈ ഫിഗർ ഞാനിതാ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഓപ്പൺ സർക്യൂട്ട്, അതായത് സ്വിച്ച് ഓഫ് മോഡാണ്. അപ്പോൾ സ്വിച്ച് എങ്ങനെയായിരിക്കുന്നത് അങ്ങനെ വരയ്ക്കേണ്ടത്. അടുത്തായിട്ട് മിനി മോട്ടറിൻ്റെ സിമ്പിളാണ് എം വരച്ചിട്ടത്. കണ്ടക്റ്റിംഗ് വയറിൻ്റെ സിമ്പിള്, ബാറ്ററിയുടെ സിമ്പിൾ, ഇത്രയും വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ആൻസർ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ അതാകുമ്പോൾ ആ ക്വസ്റ്റ്യൻ ആവും. ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യൻ, ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ്സ് യൂസ്ഡ് ഇൻ അവർ ഹോംസ് ആർ LED, CFL ആൻഡ് ഫിലമെൻറ്റ് ബൾബ്. അപ്പോൾ എന്താ പറയുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ്സ്. അപ്പോൾ ബൾബുകൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കില്ലേ, വ്യത്യസ്ത തരത്തിലുള്ള ബൾബുകൾ ഉപയോഗിക്കുന്നത്. അത് മെയിനായിട്ട് ഏതാണ്, LED ബൾബ് ഉപയോഗിക്കാറുണ്ട്, CFL ബൾബ് ഉപയോഗിക്കാറുണ്ട്, ഫിലമെൻറ്റ് ബൾബ് ഉപയോഗിക്കാറുണ്ട്. ദ ഫോളോയിങ് ടേബിൾ ഇൻഡിക്കേറ്റ്സ് ദെയർ പ്രോപ്പർട്ടീസ്. അപ്പോൾ താഴത്തെ ടേബിൾ നമുക്ക് കുറച്ച് ടേബിളിനകത്ത് കണ്ടോ, LED, CFL, ഫിലമെൻറ്റ് ബൾബ് എന്ന് പറഞ്ഞിട്ട് അവയുടെ എനർജി എഫിഷ്യൻസി എത്രയാണ്, ലൈഫ് സ്പാൻ എത്രയാണ്, എനർജി കൺസംഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ട് ടേബിൾ തന്നിട്ടുണ്ട്. എക്സാമിൻ ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ നമ്മൾ ആ ടേബിൾ പരിശോധിച്ചിട്ട് നമ്മുടെ കണ്ടെത്തലുകൾ എഴുതാനാണ് പറയുന്നത്. വിച്ച് ബൾബ് ഈസ് ബെറ്റർ ടു യൂസ് ഇൻ യുവർ ഹോം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ബൾബ് ഈസ് ബെറ്റർ ടു യൂസ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബൾബ് ഏതാണെന്ന് അത് നോക്കിയിട്ട്, അപ്പോൾ ടേബിൾ നോക്കിക്കുക. ടേബിൾ നോക്കുമ്പോൾ എനർജി എഫിഷ്യൻസി എന്ന് വെച്ചാൽ നല്ല കാര്യക്ഷമമായിട്ടുള്ള ഊർജ്ജം ഉപയോഗിക്കുന്നത്, നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത്. അതേതാണ്, LED-ക്ക് 85 to 90%, CFL 75% ഉള്ളൂ, ഫിലമെൻറ്റ് ബൾബിന് 10%. അപ്പോൾ ഏതാണ് മുന്നിട്ടിരിക്കുന്നത്, LED ബൾബാണ്. ഇനി ലൈഫ് സ്പാൻ, അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നാണ്. അപ്പോൾ എത്ര സമയം നിൽക്കും, LED 25,000 മണിക്കൂർ അവേഴ്സും, അടുത്ത് CFL 8,000 അവേഴ്സും, ഫിലമെൻറ്റ് ബൾബ് 1,000 അവേഴ്സുമാണ്. അപ്പോൾ അതിൽ സ്പാനും ഏറ്റവും കൂടുതലുള്ള ഏതിനാണ്, LED-ക്കാണ്. 25,000 അവേഴ്സ് നിൽക്കും. അപ്പോൾ LED ആണ് മികച്ച് നിൽക്കുന്നത്. അടുത്ത എനർജി കൺസംഷൻ നോക്കുമ്പോൾ എനർജി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഏറ്റവും ഉപഭോഗം ചെയ്യുന്നത്, എനർജി എടുക്കുന്നത് ഏതാണ്. അപ്പോൾ എനർജി കൺസംഷൻ അപ്പോൾ നമ്മൾ എന്തായാലും കുറവായിരിക്കണം. അപ്പോൾ ഇവിടെ നോക്ക്, LED-ക്ക് 6 to 20 വാട്ട്സ് ആണ്, അപ്പോൾ കുറവാണ്, കുഴപ്പമില്ല. CFL-ന് 8 to 30 വാട്ട്സ് ആണ്, അത് കൂടുതലാണ്, LED-യെക്കാട്ടിലും കൂടുതലാണ്. അടുത്ത് ഫിലമെൻറ്റ് ബൾബിന് വന്നിട്ട് അതിനെക്കാട്ടിലും കൂടുതലാണ്, 40 to 100 വാട്ട്സ് അപ്പോൾ എനർജി കൺസംഷൻ കുറഞ്ഞു നിൽക്കുന്ന ഏതാണ്, LED-ക്ക്. അപ്പോൾ LED ആണ്, 3 കണ്ടീഷൻ നോക്കുമ്പോൾ LED ആണ് ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിൽ ഏറ്റവും ഉപയോഗിക്കാൻ ബെറ്റർ ഏതാണ്, LED ബൾബ്. ഇനി റൈറ്റ് യുവർ ഇൻഫറൻസ്, നിങ്ങളുടെ നിഗമനം എഴുതാനാണ്. ഓക്കെ, എന്തെഴുതാം, അതിൽ നിന്ന് തന്നെ എഴുതാം. LED ബൾബ് ഉപയോഗിക്കാൻ ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഹൈ എനർജി എഫിഷ്യൻസി അല്ലേ, എനർജി എഫിഷ്യൻസി ഹൈ എന്ന് പറയാം. അപ്പോൾ അതൊരു നല്ല പോയിന്റാണ്, അതുകൊണ്ട് LED ഉപയോഗിക്കാം. അടുത്തെന്താണ്, ഹയർ ലൈഫ് സ്പാൻ അല്ലേ, സ്പാൻ കൂടുതലാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ലോ എനർജി കൺസംഷൻ, അപ്പോൾ എനർജി ഉപഭോഗം ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് LED ആണ് ബെറ്റർ എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 7th സ്റ്റാൻഡേർഡിലെ ഓണ പരീക്ഷയ്ക്ക് ചോദിച്ച ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.